ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായം. താങ്ക് യു ജീസസ്. യെസ് ലോർഡ്, സകലതും ചെയ്യും. ഒന്ന് ശമൂവേൽ 30 1 മുതൽ 10 വരെ കിട്ടിയെങ്കിൽ ആമേൻ പറഞ്ഞേ. ശബ്ദമുയർത്തി നമുക്ക് വായിക്കാം. ദാവീദും അവൻ്റെ ആളുകളും 3-ാം ദിവസം സിക്ലാഗിൽ എത്തിയപ്പോൾ അമാലേക്കർ തെക്കേ ദേശവും സിക്ലാഗും ആക്രമിച്ച് സിക്ലാഗിനെ ജയിച്ച് അതിനെ തീ വച്ച് ചുട്ടുകളഞ്ഞിരുന്നു. അവിടെയുള്ള വലിയവരും ചെറിയവരുമായ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ വഴിക്ക് പോയതല്ലാതെ ആരെയും കൊന്നില്ല. ദാവീദും അവൻ്റെ ആളുകളും പട്ടണത്തിലേക്ക് വന്നപ്പോൾ അത് തീ വച്ച് ചുട്ടിരിക്കുന്നതും ഭാര്യമാരെയും പുത്രിപുത്രന്മാരെയും അടിമകളായി കൊണ്ടുപോയിരിക്കുന്നതും കണ്ടു. അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരയുവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. ഇസ്രായേൽ കരത്തി അഹീനോവും കർമ്മേൽക്കാരത്തൻ നാബാലിൻ്റെ ഭാര്യയായിരുന്ന അബിഗേൽ എന്നീ ദാവീദിൻ്റെ 2 ഭാര്യമാരെയും അവർ പിടിച്ചു കൊണ്ടുപോയിരുന്നു. ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തൻ്റെ ഹൃദയം താൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ഒരിക്കൽ കൂടെ അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ക്രൈസ്തവർ ഒരിക്കൽ കൂടെ നന്നാ പറഞ്ഞേ, അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ഷൗട്ട് ചെയ്ത് വായിച്ചേ. ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ട്. കേട്ടില്ല ഷൗട്ട് ചെയ്ത് പറഞ്ഞേ. ദാവീദോ കേട്ടില്ല. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. കമോൺ ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. 7-ാം വാക്യം മുതൽ വീണ്ടും ദാവീദ് അഹീമേലെക്കിന്റെ മകനായ അബ്യാഥാർ പുരോഹിതനോട് യഫോദ് ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അബ്യാഥാർ യഫോദ് ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു എന്നാറേ ദാവീദ് ഈ യഹോവയോട് ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു. പിന്തുടരുക, നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും, സകലതും വീണ്ടുകൊള്ളും എന്ന് അരുളപ്പാട് ഉണ്ടായി. അങ്ങനെ ദാവീദും കൂടെ ഉണ്ടായിരുന്ന 600 പേരും പുറപ്പെട്ട് ബെസോർത്തോട്ടിങ്കൽ എത്തി. ശേഷമുള്ളവർ അവിടെ താമസിച്ചു. ബെസോർത്തോട് കടപ്പാൻ കഴിയാതെ വണ്ണം ക്ഷീണിച്ചിട്ട് 200 പേർ പുറകിൽ താമസിച്ചതുകൊണ്ട് ദാവീദും 400 പേരും പിന്തുടർന്നു. താഴേക്ക് വായിച്ച് അവർ വയലിൽ വച്ച് ഒരു മിസ്രൈമിനെ കണ്ട് ദാവീദിന്റെ അടുക്കൽ കൊണ്ടുചെന്ന് അവന് അപ്പം കൊടുത്ത് അവൻ തിന്നു. അവന് കുടിപ്പാൻ വെള്ളവും കൊടുത്തു. 16-ാം വാക്യത്തിലേക്ക് വന്ന് 16 മുതൽ 19 വരെ റെഡി. 16 മുതൽ 19 വരെ. അങ്ങനെ അവനെ കൂട്ടിക്കൊണ്ടു ചെന്നപ്പോൾ അവർ ഭൂതലത്തിൽ എങ്ങും പരന്ന് തിന്നുകയും കുടിക്കുകയും ഫെലിസ്തീയ ദേശത്ത് നിന്നും യഹൂദ ദേശത്ത് നിന്നും അപഹരിച്ചു കൊണ്ടുവന്ന് വലിയ കൊള്ള നിമിത്തം ഉത്സവം ഘോഷിക്കുകയും ചെയ്യുന്നത് കണ്ടു. 17-ാം വാക്യം. ദാവീദ് അവരെ സന്ധ്യ മുതൽ പിറ്റേന്നാൾ വൈകുന്നേരം വരെ സംഹരിച്ചു. ഒട്ടകത്തെ കയറി ഓടിപ്പോയ 400 ബാല്യക്കാർ അല്ലാതെ അവരിൽ ഒരുത്തനും ഒഴിഞ്ഞു പോയില്ല. അമാലേക്കർ അപഹരിച്ചു കൊണ്ടുപോയിരുന്നതൊക്കെയും ദാവീദ് വീണ്ടുകൊണ്ടു. തൻ്റെ 2 ഭാര്യമാരെയും ദാവീദ് ഉദ്ധരിച്ചു. അവർ അപഹരിച്ചു കൊണ്ടുപോയതിൽ ചെറുതോ വലുതോ പുത്രന്മാരോ പുത്രിമാരോ കൊള്ളയോ യാതൊന്നും കിട്ടാതിരുന്നില്ല. ശക്തിയോടെ പറഞ്ഞേ, ദാവീദ് എല്ലാം മടക്കി കൊണ്ടുപോകുന്നു. ഖമാൺ, ആരെങ്കിലും ഉണ്ടോ അത് വിളിച്ചു പറയുവാൻ? ദാവീദ് എല്ലാം മടക്കി കൊണ്ടുപോകുന്നു. ഖമാൺ. ആ ഉയർന്നിരിക്കുന്ന കരങ്ങൾക്കായി സ്തോത്രം. ഈ കരങ്ങൾ തിരിച്ചു പിടിക്കുന്ന കരങ്ങളാണ്. ദാവീദോ എല്ലാം മടക്കി കൊണ്ടുപോകുന്നു. 2026 നഷ്ടപ്പെട്ടത് സകലതും തിരികെ പിടിക്കുന്ന വർഷമായിരിക്കും. ദാവീദ് എല്ലാം മടക്കി കൊണ്ടുപോകുന്നു. കടന്നു വന്ന 2 സാമുവേൽ ചാപ്റ്റർ 1. 2 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം. ഒരു പേജ് മരിക്കുമ്പോൾ 2 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം. സാധാരണ നമ്മൾ ഇത് കേൾക്കാറുണ്ട്, ദാവീദ് നഷ്ടപ്പെട്ട മടക്കി കൊണ്ടുപോകും. But I am so excited about the second part of this sermon. 2 ശമൂവേൽ 1:6 മുതൽ 10 വരെ കിട്ടിയെങ്കിൽ ആമേൻ പറഞ്ഞേ. വർത്തമാനം കൊണ്ടുവന്ന, ശബ്ദം ഉയർത്തി വായിക്കുക, വർത്തമാനം കൊണ്ടുവന്ന ബാല്യക്കാരൻ പറഞ്ഞത്, ഞാൻ യാദൃച്ഛ ഗിൽബോവ പർവ്വതത്തിലേക്ക് ചെന്നപ്പോൾ ശൗൽ തൻ്റെ കുന്തത്തിന്മേൽ ചാരി നിൽക്കുന്നതും
തേര് കുതിരപ്പടയും അവനെ തുറന്നെടുക്കുന്നത് കണ്ടു. അവൻ പുറകോട്ട് നോക്കി എന്നെ കണ്ട് വിളിച്ച്, അടിയൻ ഇതാ എന്ന് ഞാൻ ഉത്തരം പറഞ്ഞു. നീ ആരെന്ന് അവൻ എന്നോട് ചോദിച്ചതിന് ഞാനൊരു അമാലേക്കൻ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട്, നീ അടുത്തു വന്ന് എന്നെ കൊല്ലേണം, എൻ്റെ ജീവൻ മുഴുവനും എന്നിൽ ഇരിക്ക കൊണ്ട് എനിക്ക് പരിഭ്രമം പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അടുത്ത് ചെന്ന് അവനെ കൊന്നു. അവൻ്റെ വീഴ്ചയുടെ ശേഷം അവൻ ജീവിക്കയില്ല എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അവൻ്റെ തലയിലെ കിരീടവും ഭുജത്തിലെ കടകവും ഞാൻ എടുത്ത് ഇവിടെ യജമാനന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഇന്ന് രാത്രി നാം കേൾക്കുന്ന ദൂതിന്റെ തലക്കെട്ട് ഇപ്പൊ പറയത്തില്ല, അടുത്ത വർഷം പറയാം. ഇപ്പൊ പറയത്തില്ല. ഈ ദൂതിന്റെ സ്തോത്രം മെയിൻ തലക്കെട്ട് അടുത്ത വർഷം പറയാം. യെസ്, പക്ഷേ അതിൻ്റെ സബോർഡിനേറ്റ് തലക്കെട്ട് പറഞ്ഞു തരാം. യെസ്, തിരുവചനം പറയുന്നു 10ാം വാക്യം, അതുകൊണ്ട് ഞാൻ അടുത്ത് ചെന്ന് അവനെ കൊന്ന് അവൻ്റെ വീഴ്ചയുടെ ശേഷം അവൻ ജീവിക്കയില്ല എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അവൻ്റെ തലയിലെ കിരീടവും ഭുജത്തിലെ കടകവും ഞാൻ എടുത്ത് ഇവിടെ യജമാനൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഇവിടെ സിക്ലാഗിൽ യജമാനൻ്റെ അടുക്കൽ ഞാൻ ശൗലിൻ്റെ കിരീടം കൊണ്ടുവന്നു. സബോർഡിനേറ്റ് തലക്കെട്ടതാണ്, കരഞ്ഞെടുത്ത് കിരീടമെത്തുന്നു. നിന്നെ കരയിപ്പിച്ചവർ കാണുകേ, എന്റെ നീതിയുടെ ദൈവം ഇന്ന് രാത്രി പ്രവചിച്ചു പറയുന്നു, നിന്നെ കരയിപ്പിച്ച ഉന്നതന്മാർ കാണുകേ, നിന്നെ തേടി കിരീടമെത്തുന്നു. ദയവായി ദൈവസന്നിധിയിലിരുന്നാട്. താങ്ക് യു കോയ. ബോസെ കുറച്ചുകൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. തീ വീഴുന്നു. റിലാക്സ്, വെള്ളം കുടിക്കുക, ചായ ഉണ്ടായിരിക്കും. യെസ്, തീ വീഴുന്നു, തീ വീഴുന്നു, തീ വീഴുന്നു. Holy Spirit, thank you for your boldness to preach. എല്ലാ കാലഘട്ടത്തിലും ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം ഒരു സമൂഹത്തെയല്ല, ദൈവം ഓരോരോ വ്യക്തികളെ എഴുന്നേൽപ്പിക്കുന്നു. പുറപ്പാടിന് വേണ്ടി ഒരു മോശയായിരിക്കാം, മിദ്യാനെ ഒതുക്കുവാൻ ഒരു ഗിദിയോനായിരിക്കാം. പുതിയ നിയമസഭയിൽ 3000 പേരെ സ്നാനത്തിലേക്ക് നയിക്കുവാൻ ഒരു പത്രോസായിരിക്കാം. ജയിലുകൾ പൊളിക്കുവാനും രാജാക്കന്മാരെ വിറപ്പിപ്പാനും ഒരു പൗലൂസായിരിക്കാം. സോ എൻ്റെ മുൻപിലിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർ കോ ഇൻസിഡൻ്റ് അല്ല, പാരൻസിന് ആക്സിഡൻ്റ് അല്ല, പകരം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു നിയോഗമുണ്ട്. ഓരോ സഹോദരന്മാരെ, നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു നിയോഗമുണ്ട്. ഹേ സഹോദരന്മാരെ, നിങ്ങളുടെ കുടുംബത്തിൽ ആരിലും നടന്നിട്ടില്ലാത്ത വലിയൊരു ദൈവിക നിയോഗമുണ്ട്. നരകത്തിലെ മുഴുവൻ പിശാചും ലോകത്തിലെ ഹൃദയമില്ലാത്ത ദുഷ്ട മനുഷ്യനും ഒരുമിച്ച് നിന്നാലും ആ നിയോഗത്തെ പൊളിക്കുവാൻ കഴിയത്തില്ല. കാരണം ലോക സ്ഥാപനത്തിന് മുൻപേ ദൈവം നിനക്കായി ഒരുക്കിയിരിക്കുന്ന ദൈവിക നിയോഗമുണ്ട്. നിയോഗമുള്ളവർ ഹല്ലേലൂയ പറയട്ടെ. ഒരിക്കൽ കൂടെ, നിയോഗമുള്ളവർ ഹല്ലേലൂയ പറയട്ടെ. ഇത് ചരിത്രം മെനയുന്ന ഒരു തലമുറയാണ്. ചാൾസ് പ്രൈസിന്റെ കാലത്ത്, D.L. മൂഡിയുടെ കാലത്ത്, സ്മിത്ത് വിൽസ്വർത്തിന്റെ കാലത്ത്, എഡ്വേർഡ് ഹത്തറിന്റെ കാലത്ത്, മറ്റു ഏതൊരു തലമുറയിൽ നടക്കാത്തത് ഈ രാജ്യത്തിൽ, ലോകരാജ്യങ്ങളിൽ നിന്നിലൂടെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു. അതിനെതിരെ നിനക്കെതിരെ പ്രവർത്തിക്കുന്ന 2 ശത്രുക്കളുണ്ട്. ഒന്ന് പാമ്പ്, മറ്റൊന്ന് തേള്. ഒന്ന് പാമ്പ്, മറ്റൊന്ന് തേള്. അധികം സുവിശേഷമൊക്കെ നടന്നിട്ടില്ലാത്ത ഈ നിയമത്ത് ഇന്ന് രാത്രി ദൈവത്തിന്റെ കൃപയാൽ ഒരപ്പന്റെ മക്കളെ പോലെ, ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ദൈവസഭ കാലുകുത്തിയതും ദേശാധിപതി അറേബ്യൻ കടലിലേക്ക് പാർപ്പ് മാറ്റിയിരിക്കുന്ന ഈ രാത്രിയിൽ നിന്റെ മേൽ
ഒരു നിയോഗമുണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് ആയി വേദപുസ്തകത്തിൽ ഏറ്റവും ഫോർ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ദാവീദ്. ചിലരെക്കുറിച്ച് മാത്രമേ ദൈവം ചില സ്പെഷ്യൽ ടൈറ്റിൽ പറഞ്ഞുള്ളൂ. അതിലൊന്നാണ് ദാനിയേൽ. ദാനിയേലിനെ നോക്കി കർത്താവ് പറഞ്ഞു, ഇവർ ദ മാൻ ഓഫ് എക്സലൻസ്. സ്തോത്രം. ഏറ്റവും പ്രിയ പുരുഷൻ അവനായിരുന്നു ദാനിയേൽ. പാരലൈസ്, സെയിം തിങ്, അതേ വെയിറ്റിൽ അല്പം പോലും കുറയാതെ ദാവീദിനെ നോക്കി പറഞ്ഞു, യു ആർ ദ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ തന്ത്രമില്ല. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ കുതന്ത്രങ്ങളില്ല. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ കയ്പില്ല. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ വെറുപ്പില്ല. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ സ്നേഹമാണുള്ളത്. അതുകൊണ്ടാണ് നാം ജീവനോടെ ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഫർഗീവ്നെസ് ആണുള്ളത്, ക്ഷമയാണുള്ളത്. നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം മണ്ണിലല്ല, ദൈവത്തിൻ്റെ ഫർഗീവ്നെസ്സിലാണ് നാം നിൽക്കുന്നത്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മത്സരമില്ല. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ താഴ്മയാണുള്ളത്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ സഹിഷ്ണുതയാണുള്ളത്. സെയിം തിങ്. ഇതെല്ലാം ദാവീദിലൂടെ വെളിപ്പെട്ടു. സ്നേഹം വെളിപ്പെട്ടു, സഹിഷ്ണുത വെളിപ്പെട്ടു, കരുണ വെളിപ്പെട്ടു, ഫൊർഗീവ്നെസ്, ക്ഷമ വെളിപ്പെട്ടു. അങ്ങനെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ദാവീദിലൂടെ വെളിപ്പെട്ടത് കൊണ്ട്, അവൻ്റെ അകത്തുള്ളത് കൊണ്ടല്ലേ പുറത്ത് വെളിപ്പെടുന്നത്. ദൈവത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നോ അതെല്ലാം ദാവീദിലൂടെ വെളിപ്പെട്ടപ്പോൾ കർത്താവിന് കൈയും കെട്ടി വെറുതെ ഇരിപ്പാൻ കഴിഞ്ഞില്ല. ദൈവം ഒരു സ്പെഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഹിയർ ഈസ് എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. ദൈവം അവനെ നോക്കി പറഞ്ഞു, എൻ്റെ ഹൃദയപ്രകാരം ഉള്ള മനുഷ്യൻ. ഇന്ന് പകൽക്കാലം ദൈവകൃപയാൽ വളരെ കൃത്യമായി ഞാൻ പറയട്ടെ, വാനാറ്റമുള്ള മനുഷ്യൻ നിന്നെക്കുറിച്ച് എന്ത് പറയുന്നു, ഡോണ്ട് കെയർ. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവം എന്ത് പറയുന്നു അതാണ് ഏറ്റവും പ്രധാനം. മനുഷ്യനാണോ അഭിപ്രായങ്ങൾ മാറും. ഇന്ന് ഹോസന്ന ഹോസന്ന എന്ന് പറയുന്നവർ അതേ ടോണിൽ അതേ പഞ്ചിൽ ക്രൂശിക്ക എന്ന് പറയുമ്പോൾ യു കനോട്ട് ട്രസ്റ്റ് പീപ്പിൾ. നിനക്ക് മനുഷ്യനെ നമ്പാൻ കഴിയത്തില്ല. പക്ഷേ ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്തൊരു ദൈവമുണ്ട്. പർവ്വതങ്ങൾ മാറും, കുന്നുകൾ നീങ്ങും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല എന്നാണ് ചെയ്ത ദൈവം. കമാൺ 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 കമാൺ. നിന്നെ ആരൊക്കെയോ ചതിച്ചു കാണും, ആരൊക്കെയോ നിന്നെ തേച്ച് കാണും, ആരൊക്കെയോ കുതികാൽ വെട്ടി കാണും. പക്ഷെ എനിക്കും നിനക്കും മധ്യത്തിൽ ഈ 31-ാം തീയതി രാത്രി ഇറങ്ങി നിൽക്കുന്ന സർവശക്തനായ ദൈവം ഉണ്ട്. അവൻ പറയുന്നു, ഞാൻ നിന്നെ തള്ളി കളയുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. സ്തോത്രം. മാൾട്ടാ ദ്വീപിൽ പൗലോസ് നീന്തി കയറിയപ്പോൾ ജനം പറഞ്ഞു, ഇവനൊരു കൊലപാതകൻ. പാമ്പ് കടിച്ച് തൂങ്ങുന്ന കണ്ടപ്പോൾ പറഞ്ഞു, ഇവനെന്തോ കുഴപ്പമുണ്ട്, സംതിങ് റോങ് വിത്ത് ദിസ് ഗായ്, ഇവനൊരു കൊലപാതകൻ. പക്ഷെ ഇവൻ നിലംപരിചാകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെ മനസ്സ് മാറി. 2026 നിനക്കെതിരെ സംസാരിച്ച ഒത്തിരി പേരുടെ മനസ്സ് മാറുവാൻ പോകുന്നു. അവർ മനസ്സ് മാറിയിട്ട് പറഞ്ഞു, നീയൊരു ദേവൻ. അതുകൊണ്ട് മനുഷ്യൻ ഹോസന്ന പറഞ്ഞാലും ക്രൂശിക്ക പറഞ്ഞാലും കുലപാതകൻ എന്ന് പറഞ്ഞാലും സ്തോത്രം ദേവൻ എന്ന് പറഞ്ഞാലും ഡോണ്ട് കെയർ. എൻ്റെ ദൈവം എന്നെക്കുറിച്ച് എന്ത് പറയുന്നു. മനുഷ്യനല്ല, ദൈവം. ബന്ധുക്കളല്ല, ആൻറ്റിയല്ല, അങ്കിളല്ല, കൊച്ചപ്പനല്ല, അവരുടെ മക്കളല്ല. ഇന്ന് ജീവിച്ച് നാളെ കുഴിയിൽ ഇറങ്ങുന്നതായ മനുഷ്യനല്ല, കുഴിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ യഹൂദ ഗോത്രത്തിലെ സിംഹമായ എൻ്റെ കർത്താവ് എന്നെക്കുറിച്ച് എന്ത് പറയുന്നു. എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, മീനിങ് അവൻ്റെ ക്വാളിറ്റിയാണ്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ക്വാളിറ്റി. കേട്ടില്ല, ഒരിക്കൽ കൂടെ. ക്വാളിറ്റി. ഈ ഓഡിറ്റോറിയത്തിൻ്റെ ക്വാണ്ടിറ്റി അല്ല കർത്താവ് കണ്ട് എക്സൈറ്റഡ് ആകുന്നത്. നിന്നിലും എന്നിൽ വെളിപ്പെടുന്ന ക്വാളിറ്റി കണ്ടാണ് സ്വർഗം ചലിക്കുന്നത്. സഭയുടെ രഹസ്യം ക്വാണ്ടിറ്റി അല്ല ബ്രദർ, സഭയുടെ രഹസ്യം ക്വാളിറ്റിയാണ്. ക്രൗഡിന്റെ നീളവും വീതിയുമല്ല ദൈവം അളക്കുന്നത്, ജീവിതത്തിന്റെ ആഴമായ സമർപ്പണവും വ്യാപരിക്കുന്ന ഉയരമായ മഹത്വമാണ് ദൈവം നോക്കുന്നത്. അതായിരുന്നു ദാവീദ്. എന്തിനാ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ മനുഷ്യനെ എഴുന്നേൽപ്പിച്ചത്? അല്പം ചരിത്രം പറഞ്ഞാൽ
ഉൽപ്പത്തി 6 വീണുപോയ ദൂതന്മാർ പക്ഷികളോട്, മൃഗങ്ങളോട്, മനുഷ്യരോട് ഇണ ചേർന്നത് നിമിത്തം, തൽമൂദ് ചരിത്രം അങ്ങനെ പറയുന്നു, പക്ഷികളോട്, മൃഗങ്ങളോട്, മനുഷ്യരോട് വീണുപോയ ദൂതന്മാർ ഇണ ചേർന്നത് നിമിത്തം സൃഷ്ടി മുഴുവൻ മലിനപ്പെട്ടു. ദൈവം സൃഷ്ടിച്ചാൽ മോശമായി സൃഷ്ടിക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ അലങ്കോലങ്ങൾ മാറി ഇന്ന് രാത്രി അലങ്കാരമാകട്ടെ. സൃഷ്ടിയെ മുഴുവൻ സ്തോത്രം വീണുപോയ ദൂതന്മാർ മലിനപ്പെടുത്തിയപ്പോൾ അവരിൽ നിന്നാണ് ജയൻസ് ഉണ്ടായത്, മല്ലന്മാരുണ്ടായത്. ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് പറയാം. ഫാസ്റ്റ് ഫോർവേഡ്. വാഗ്ദത്ത ദേശത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ വാഗ്ദത്ത ദേശത്തിലേക്ക് തെക്കാകട്ടെ, വടക്കാകട്ടെ, കിഴക്കാകട്ടെ, പടിഞ്ഞാറാകട്ടെ, വാഗ്ദത്ത ദേശത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ റോഡുകളിലും, എല്ലാ വഴികളിലും ജയൻസ്, മല്ലന്മാർ പാർത്തിരുന്നു. എല്ലാ വഴികളിലും, എല്ലാ അതിർത്തികളിലും മല്ലന്മാർ പാർത്തിരുന്നു. കാവൽ മാലാഖമാർ എന്ന് പറയുന്നതിന് പകരം കാവൽ ഭൂതങ്ങൾ എന്ന് പറയത്ത ക്രമത്തിൽ ഒരു പട്ടണത്തിൽ പ്രവേശിക്കുമ്പോൾ അതേ കാവൽ ഭൂതങ്ങൾ ഇന്നും കാത്തിരിക്കുന്നത് പോലെ മനസ്സിലാക്കുന്നവരെ ആമേൻ പറഞ്ഞേ. തൊട്ടടുത്തൊരു കുളം കാണും, അല്ലെങ്കിൽ നദി കാണും, അതിൻ്റെ തൊട്ടടുത്ത് ഒരു കാവൽ ഭൂതത്തെ സ്തോത്രം സാത്താൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ഓരോ എൻട്രിയിൽ ജയൻസ് പാർക്കുകയാണ്. ഹെബ്രോൻ ആകട്ടെ, ശീലോ ആകട്ടെ, അതിലുപരി യെരുശലേം ആകട്ടെ, പ്രധാനപ്പെട്ട എല്ലാ പട്ടണങ്ങളിലും വിട്ടുതരത്തില്ല എന്ന് പറഞ്ഞ് ദുർഭൂത ശക്തികൾ മാത്രമല്ല, പകരം ജയൻസ്, മല്ലന്മാർ പാർത്തിരുന്നു. ഞാൻ ആവർത്തിക്കുന്നു, എല്ലാ പട്ടണങ്ങളിലും, എല്ലാ എൻട്രി പോയിന്റുകളിലും, എല്ലാ പട്ടണങ്ങളിലും സ്തോത്രം മല്ലന്മാർ പാർത്തിരുന്നു. അപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ചേടാ ഈ മല്ലൻ ഇങ്ങനെ തുടരാൻ പറ്റത്തില്ലല്ലോ, ഇതിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണമല്ലോ. ഞാൻ അബ്രഹാമിനോട് വാഗ്ദത്തം പറഞ്ഞതാണ്, മോശ ദൂരെ നിന്ന് കണ്ടതാണ്, സ്തോത്രം, അതെ ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടണമല്ലോ. അതുകൊണ്ട് ദൈവം ഒരു ഇടയ ചെറുക്കനെ ദൈവം ട്രെയിൻ ചെയ്തു. ഇവിടെ ഇരിക്കുന്ന ചില ചെറുക്കന്മാരെ, ചെറുക്കികളെ ദൈവം ഭാവിയിലെ ഉണർവിന് വേണ്ടി ട്രെയിൻ ചെയ്യുകയാണ്. ഓ കം ഓൺ യുവാവേ, യുവതിയെ, നീ പരിശുദ്ധാത്മാവിന്റെ ട്രെയിനിങ്ങിലാണ്. യെസ്, അവനെ മരുഭൂമിയിൽ വെച്ച്, വനാന്തരത്തിൽ വെച്ച്, വനാന്തരത്തിൽ വെച്ച് ദൈവം ട്രെയിൻ ചെയ്തു. അവനെ ട്രെയിൻ ചെയ്തത് യൂണിവേഴ്സിറ്റി അല്ല, ടീച്ചർ അല്ല, പകരം സ്വർഗത്തിലെ ദൈവം ട്രെയിൻ ചെയ്തു. അപ്പന് വേണ്ട, അമ്മയ്ക്ക് വേണ്ട, നാട്ടുകാർക്ക് വേണ്ട. അവനെ ഫോൺ ചെയ്ത്, ഇക്കാലത്താണെങ്കിൽ ഫോൺ ചെയ്ത് ഹൗ ആർ യു എന്ന് ചോദിക്കാൻ ആരുമില്ല. ഒരു ലോൺലി പേഴ്സണായി സ്തോത്രം, അതേ ദാവീദിനെ ദൈവമായ കർത്താവിട്ട് അവനെ ട്രെയിൻ ചെയ്തു. There are lonely people listening me tonight. ഇന്ന് രാത്രി ഒറ്റപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ട്. ശക്തിയോടെ ഞാൻ പറയട്ടെ, കാക്കകൾ കൂട്ടമായി പറക്കും, പക്ഷെ കഴുകന്മാർ ഒറ്റയ്ക്ക് പറക്കും. കേറി വാ. ഇന്ത്യൻ ചർച്ചിന്റെ കഴുകന്മാർ ചലക്കട്ടെ, ഇന്ത്യൻ ചർച്ചിന്റെ കഴുകന്മാർ ശബ്ദിക്കട്ടെ. ഒറ്റയ്ക്ക് പറക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, വേറെ ആർക്കുമില്ലാത്ത ഉയരങ്ങൾ ഈ തലമുറയിൽ നിനക്ക് കീഴടക്കുവാനുണ്ട്. അപ്പനില്ല, അമ്മയില്ല, കൊച്ചപ്പന്റെ വലിയപ്പന്റെ മക്കളില്ല. മരുഭൂമിയിലൂടെ സ്തോത്രം ഏകനായി പോകുകയാണ്. യഹോവ എൻ്റെ സ്തോത്രം, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. എങ്കിലേക്ക് എൻ്റെ നിലവിളി കേട്ടു. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും എന്ന് പറഞ്ഞ് സ്തോത്രം ദൈവത്തെ തേടി ദൈവത്തിൻ്റെ പിന്നാലെ പോകുകയാണ്. കമോൺ, ദൈവത്തെ തേടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ രണ്ട് കരങ്ങളെ ഉയർത്തി ഒരു തിരുവനന്തപുരം ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. അങ്ങനെ ദൈവത്തെ തേടി ആ മരുഭൂമിയിലിട്ട് ദൈവം അവനെ ട്രെയിൻ ചെയ്തത് സ്തോത്രം അതെ മരുഭൂമിയിലാണ്. ആ ട്രെയിനിങ്ങിന് ഇടയ്ക്കിടയ്ക്ക് നിന്റെ ട്രെയിനിങ് റൈറ്റ് ആണെന്നറിയാൻ ദൈവം സ്തോത്രം അതെ കരടിയെ കൊണ്ടുവന്നു, സിംഹത്തെ കൊണ്ടുവന്നു. നിനക്കെതിരെ ഇടയ്ക്കിടയ്ക്ക് വല്ലതും പൊങ്ങുന്നത് അതിനെ കീറിക്കളയുവാനാണ്, അതിനെ അടിച്ചു കൊല്ലുവാനാണ്. യേശുവിൻ്റെ നാമത്തിൽ വേറെ ആർക്കുമില്ലാത്തത് നിന്റെ നേരെ വരുന്നെങ്കിൽ വേറെ ആരെക്കാളും നീ ശക്തനാണ്. അതുകൊണ്ടാണ് അത് നിന്റെ നേരെ വരുന്നത്. ദൈവം അവനെ മരുഭൂമിയിൽ സ്തോത്രം അത് ട്രെയിൻ ചെയ്തു. ദൈവം അവനെ ട്രെയിൻ ചെയ്തു സ്തോത്രം. പക്ഷേ ദൈവനെ ട്രെയിൻ ചെയ്തത് മരുഭൂമിയിലെങ്കിൽ ശ്രദ്ധിക്കുക, ദൈവനെ പ്രിപ്പയർ ചെയ്തത് സിക്ലാഗില.
നിന്നെ ട്രെയിൻ ചെയ്തത് ഒരിടത്താണ്, നിന്നെ പ്രിപ്പയർ ചെയ്തത് സിക്ലാഗിലാണ്. നിന്നെ ട്രെയിൻ ചെയ്തത് ഒരിടത്താണ്, നിന്നെ പ്രിപ്പയർ ചെയ്യുന്നത് മറ്റൊരിടത്താണ്. യേശുവിൻ്റെ നാമത്തിൽ ആർക്കോ ഒരു ഷിഫ്റ്റ്, ആർക്കോ ഒരു ഷിഫ്റ്റ് ഇന്ന് രാത്രി മുതൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. ട്രെയിനിങ് കഴിഞ്ഞവരെ പ്രിപ്പയർ ചെയ്യുവാൻ ദൈവം റീലൊക്കേറ്റ് ചെയ്യുവാൻ പോകുകയാണ്. ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകാൻ പോകുന്നു. മരുഭൂമിയിൽ നിന്ന് ദൈവമായ കർത്താവ് സ്തോത്രം, അതെ, ഒരു കൂട്ടം ജനത്തെ അവൻ്റെ കയ്യിൽ കൊടുത്തു. എക്സ്ക്യൂസ് മീ, ആ ജനത്തെക്കുറിച്ച് പറയട്ടെ. അവരൊന്നും ഇല്ലാത്തവരായിരുന്നു. കടമുള്ളവർ, ഞെരുക്കമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ. ചർച്ചിലേക്ക് ജനം കടന്നു വരുമ്പോൾ കടമുള്ളവർ, ഞെരുക്കമുള്ളവർ, സന്തുഷ്ടിയുള്ളവർ. എന്നാൽ ദാവീദിന്റെ അടുക്കിലേക്ക് അവർ കടന്നു വന്നപ്പോൾ ദാവീദിൽ ഒരു ഗ്ലോറി അംബ്രല്ല ഉണ്ടായിരുന്നു. ആത്മമണ്ഡലത്തിൽ ഒരു ഗ്ലോറി അംബ്രല്ല. ആ കുടക്കീഴിൽ അവർ ചേർന്ന് നിന്നപ്പോൾ, ആ മഹത്വത്തിന്റെ കുടക്കീഴിൽ നിന്നപ്പോൾ അവിടെ അവസ്ഥ മാറി. ഈ ജനത്തിന്റെ അവസ്ഥ മാറുന്നു, അവസ്ഥ മാറുന്നു, അവസ്ഥ മാറുന്നു. വ്യവസ്ഥയിൽ നിൽക്കുന്നവന്റെ അവസ്ഥ മാറുന്നു, വ്യവസ്ഥയിൽ നിൽക്കുന്നവന്റെ അവസ്ഥ മാറുന്നു. കുടുംബങ്ങൾ അവസ്ഥ മാറുന്നു, അവസ്ഥ മാറി. ജനത്തിൻ്റെ അവസ്ഥ മാറി. അവർ യോദ്ധാക്കളായി തീർന്നു, അവർ യോദ്ധാക്കളായി തീർന്നു. വാരിയേഴ്സ്, അവർ യോദ്ധാക്കളായി തീർന്നു. ഞാൻ ദൂത് പറയട്ടെ, നീ പോലും അറിയാതെ ദൈവം നിന്നെ മാറ്റുകയാണ്. നീ പോലും അറിയാതെ ദൈവം നിന്നെ മാറ്റുകയാണ്. നിന്റെ മൂർച്ച വർദ്ധിക്കുന്നു, നിന്റെ എഫക്റ്റ് വർദ്ധിക്കുന്നു. യെസ്, അങ്ങനെ ഒരു കൂട്ടം ജനവുമായി സിക്ലാഗിൽ ഒരു 600 പേരുമായി ദാവീദ് ഇതാ ആയിരിക്കുകയാണ്. എങ്ങനെയാണ് സിക്ലാഗ് കിട്ടിയത്? സിക്ലാഗ് ആരിൽ നിന്നോ തട്ടിപ്പറിച്ചതല്ല. ഒരിക്കൽ കൂടെ, സിക്ലാഗ് ആരിൽ നിന്നോ അവൻ തട്ടിപ്പറിച്ചതല്ല. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവനറിയാം, തട്ടിപ്പറിക്കുന്നതൊന്നും ശാശ്വതമല്ല. തട്ടിപ്പറിച്ചാൽ ഒന്നും ശാശ്വതമായിരിക്കത്തില്ല. എന്താ മിണ്ടാതിരിക്കുന്നത്? അപ്സെറ്റ് ആകാതെ സ്തോത്രം പറ. ഹല്ലേലൂയ. തട്ടിപ്പറിക്കുന്നതൊന്നും ശാശ്വതമാകത്തില്ല. അണ്ണോ, തട്ടിപ്പറിക്കുന്നത് ശാശ്വതമാകത്തില്ല. എൽ ഷഡായ്, എൽ എൽയോൻ, അവൻ തരുന്നത് ആർക്കും തട്ടിപ്പറിപ്പാനും കഴിയത്തില്ല. ദൈവം തരുന്നത് തട്ടിപ്പറിപ്പാൻ ഒരു ഭൂതത്തിനും ഒരു മനുഷ്യനും കഴിയത്തില്ല. തിരുവചനം പറയുന്നു, യോശുവയുടെ പുസ്തകം 15-ാം അധ്യായം 19-ാം അധ്യായം വായിക്കുമ്പോൾ, ഈ സിക്ലാഗ് എന്ന് പറയുന്നത് യഹൂദ ഗോത്രത്തിൻ്റെ അവകാശമാണ്. യഹൂദ ഗോത്രത്തിൻ്റെ അവകാശമാണ് സിക്ലാഗ്. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, എനിക്ക് ചില അവകാശമുണ്ട്. പറഞ്ഞോട്ടെ, എനിക്ക് ചില അവകാശമുണ്ട്. ചെന്നിടന്ന് ഉറങ്ങാനല്ല പറഞ്ഞത്. യേശുവിൻ്റെ നാമത്തിൽ അവകാശം ഉണ്ടെങ്കിൽ അടുത്ത വർഷം ദൈവകൃപയാൽ നീ അത് പ്രാപിക്കണം. സോ യോശുവയിലൂടെ സിക്ലാഗ് അവകാശമായതുകൊണ്ട് സ്തോത്രം, തിരുവചനം പറയുന്നു, ആഖീഷ് രാജാവിനോട്, ഫെലിസ്ത്യ രാജാവായ ആഖീഷ് രാജാവിനോട് ദാവീദ് ഈ പ്രകാരം പറഞ്ഞു, ഹേ മിസ്റ്റർ ആഖീഷ്, കിങ് ആഖീഷ്, അത് എൻ്റെ അവകാശമാണ്, തന്നാട്ടെ. ഞാനത് വായിച്ചപ്പോൾ മാർവലസായി. കുന്തമെടുത്തില്ല, സ്തോത്രം, വാളെടുത്തില്ല, യുദ്ധം ചെയ്തില്ല, രക്തം ചൊരിഞ്ഞില്ല. വാളെടുത്തില്ല, കുന്തം എടുത്തില്ല, രക്തം ചൊരിഞ്ഞില്ല. ഫ്രീ ആയി അവൻ കൺഫസ് ചെയ്ത് നടന്നു കയറി. ഫ്രീ ആയി, കാഷ്വാലിറ്റി ഇല്ലാതെ, മുറിവുകളില്ലാതെ, തകർച്ചകളില്ലാതെ, വേദനകളില്ലാതെ, സ്തോത്രം, സിക്ലാഗിലേക്ക് അവൻ നടന്ന് കയറി. ഈ ഷൂസ് പോളിഷ് ചെയ്ത, ചപ്പൽ തുടച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ 2026 ചിലതിൽ നടന്ന് കയറാൻ ഒരുങ്ങിക്കോ. വർഷങ്ങളായി നീ കാത്തിരിക്കുന്ന പരതിലേക്ക് നടന്നു കയറുവാൻ വാളെടുത്തില്ല, കുന്തമെടുത്തില്ല. സ്തോത്രം, അതെൻ്റെ അവകാശമായതുകൊണ്ട് അവൻ അതിലേക്ക് നടന്നു കയറി. കാരണം അത് ഫേവറിൽ കിട്ടിയതാണ്. മക്കൾ ഫേവറാണ്, കുടുംബം ഫേവറാണ്, ആ ജോലി ഫേവറാണ്, ആ ഡിഗ്രി ഫേവറാണ്, ആ വരുമാനം ഫേവറാണ്. ദൈവത്തിൻ്റെ ഫേവർ അനുഭവിക്കുന്ന ആരെങ്കിലും, ദൈവത്തിൻ്റെ ഫേവർ അനുഭവിക്കുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടോ?
കമോൺ, കുടിച്ച വെള്ളത്തിന്, 2025 കഴിച്ച ആഹാരത്തിന്, സഞ്ചരിച്ച സ്ഥലങ്ങളില്, നിന്ന പ്ലാറ്റ്ഫോമുകളില്, ശുശ്രൂഷിച്ച വേദികളില് എന്റെ ജിസനെ ഒരൊറ്റ മീറ്റിംഗ് പോലും തലകുനിഞ്ഞിറങ്ങാൻ എന്റെ അപ്പച്ചൻ സമ്മതിച്ചില്ല. ഒരൊറ്റ മീറ്റിംഗിൽ പോലും ഡ്രൈ ആകാൻ എന്റെ കർത്താവ് അനുവദിച്ചില്ല. എന്തേലുമൊക്കെ നടന്നിട്ടുണ്ട്. ലക്ഷങ്ങൾ ഈ വർഷവും സുവിശേഷം കേട്ടു. നന്ദിയുള്ളവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ച്. സിക്ലാഗ് അവന് ഫേവർ ആയിരുന്നു. പക്ഷെ ഫേവർ കൊടുക്കുന്നത് എന്തിനാണ്? നിനക്ക് സൂഹിക്കാനാണ്, നിന്റെ പ്രിപ്പയർ ചെയ്യാനാണ്, നിന്റെ ഫൈനൽ ഡെസ്റ്റിനിക്ക് വേണ്ടി നിന്നെ പ്രിപ്പയർ ചെയ്യുക. 600 പേരെയും കൊടുത്ത് ഫേവറിൽ ദൈവം ഇരുത്തി. മക്കളെ, എന്തെങ്കിലും ഫേവറായി കിട്ടിയിരിക്കുന്നെങ്കിൽ ആ ഫേവറിൽ നീ സെറ്റിൽ ചെയ്യല്ല. ഒരിക്കൽ കൂടെ, ആ ഫേവറിൽ നീ സെറ്റിൽ ചെയ്യല്. കാരണം സ്തോത്രം, ആ സിക്ലാഗ് അല്ല നിന്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഈ ഫേവറായി ദൈവം നിനക്ക് തന്നതിൽ നിന്റെ അപ്പന് കഴിയാത്ത, അമ്മയ്ക്ക് കഴിയാത്ത രീതിയിൽ സ്വർഗത്തിലെ ദൈവം പരിശുദ്ധ ആത്മാവ് ഒരു ചരിത്രം മെനയുവാനായി നിന്നെ ഒരുക്കുകയാണ്. ദൈവം തന്നതായ ഫ്ലാറ്റ്, ദൈവം തന്നതായ വീട്, ദൈവം തന്നതായ ഭവനം, ദൈവം തന്ന സാഹചര്യങ്ങൾ, അതിനെ പിടിച്ചിട്ടിരിക്കല്ല. ദൈവം ഫേവറായി എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ഇതുവരെ ചെയ്യാത്തത് ചെയ്യുവാനും ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്തത് പ്രാപിച്ചും ചെയ്ത് ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കുവാൻ, പ്രയോജനപ്പെടുവാൻ ദൈവം നിന്നെ ഒരുക്കുന്നു. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, ദൈവം എന്നെ ഒരുക്കുകയാണ്. പറഞ്ഞാട്ടെ, ദൈവം എന്നെ ഒരുക്കുകയാണ്. 16 മാസം 16 months ദാവീദ് സ്തോത്രം സിക്ലാഗിൽ ഉണ്ടായിരുന്നു. 1 വർഷവും 16, 1 വർഷവും 4 മാസവും. 1 വർഷവും 4 മാസവും. സ്തോത്രം. അമേരിക്കയിൽ പോകുകയാണെങ്കിൽ, യൂറോപ്പിൽ പോകുകയാണെങ്കിൽ, ഗൾഫ് വഴിയാണ് പറക്കുന്നതെങ്കിൽ 1.5 മണിക്കൂർ 2 മണിക്കൂർ നിങ്ങൾക്ക് ട്രാൻസിറ്റ് ഉള്ളതുപോലെ യെസ്, ഫൈനൽ ഡെസ്റ്റിനി പിടിക്കുവാൻ തക്കോണം സിക്ലാഗ് ഒരു ട്രാൻസിറ്റ് ആയിരുന്നു. നിങ്ങൾ ഒത്തിരി പേർ ട്രാൻസിറ്റിലായിരിക്കുന്നു. നിങ്ങൾ ഒത്തിരി പേർ ട്രാൻസിറ്റിൽ. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ഡിസംബർ 31 ഇവിടെയല്ല, ഈ ലെവലല്ല, ഇവിടെയല്ല, ഈ ലെവലല്ല. കമോൺ, ആരെങ്കിലും എക്സൈറ്റഡ് ആണോ? ഇവിടെയല്ല, ഈ ലെവലല്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യെസ്, ഇതൊരു താൽക്കാലികമാണ്. 16 months, ജസ്റ്റ് 16 മാസം മാത്രം ദൈവവനെ ഇരുത്തി അവനെ സൂപ്പർ നാച്ചുറലി ദൈവകൃപയാൽ സ്തോത്രം അത് പ്രിപ്പയർ ചെയ്തു. അബ്രഹാം പിടിക്കാത്തത്, മോശ പിടിക്കാത്തത്, യോശുവയ്ക്ക് കഴിയാത്തത്, ദൈവവനെ പ്രിപ്പയർ ചെയ്ത്. എന്നാൽ ഒരു ദിവസം ദാവീദ് ചെയ്ത യുദ്ധങ്ങൾ മുഴുവൻ ദൈവത്തിന്റെ യുദ്ധമാണ്. അവന് വേണ്ടിയല്ല പൊരുതിയത്, അവൻ ദൈവത്തിന്റെ യുദ്ധം ചെയ്തു. അർത്ഥം, അവൻ ദൈവത്തിന് വേണ്ടി നിന്നു. അതുകൊണ്ട് ദൈവം അവന് വേണ്ടി നിന്നു. അവൻ ദൈവത്തിന് വേണ്ടി നിന്നപ്പോൾ അവൻ ഒരിക്കലും തകർന്നു പോകാൻ, മുറിവേൽക്കാൻ ദൈവം സമ്മതിച്ചില്ല. ശത്രു ഏത് ഡിറക്ഷനിൽ വന്നപ്പോൾ 3:3 സങ്കീർത്തനം 3:3 പറയുന്നു, യഹോവേ നീ എനിക്ക് ചുറ്റും പരിധിയാകുന്നു. കാരണം ഞാൻ നിന്നത് എനിക്ക് വേണ്ടിയല്ല, ഞാൻ നിൽക്കുന്നത് അങ്ങയ്ക്ക് വേണ്ടിയാണ്. എനിക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. ഞാൻ നിൽക്കുന്നത് സംഘടനയ്ക്കല്ല, ഞാൻ നിൽക്കുന്നത് മെത്രാച്ചനല്ല, ഞാൻ നിൽക്കുന്നത് ഉപദേശത്തിനല്ല, ഞാൻ നിൽക്കുന്നത് ക്രൈസ്റ്റ് സെന്ററിനല്ല, ഞാൻ നിൽക്കുന്നത് എൻ്റെ കർത്താവിനാണ്. എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ കൂടെ എഴുന്നേറ്റ് നിൽക്കും. ഇന്ന് രാത്രിയിലും നിന്റെ ഹൃദയ കണ്ണ് തുറന്നാൽ ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ ഒറ്റയ്ക്കല്ല. ഓ യഹൂദ ഗോത്രത്തിലെ സിംഹം ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് എനിക്ക് കാണാൻ കഴിയും. ദാവീദ് നിന്നത് ദൈവത്തിന് വേണ്ടിയാണ്. ഒരു ദിവസം സിക്ലാഗിൽ അവനിതാ സ്തോത്രം ബാറ്റിൽ കഴിഞ്ഞിട്ട് മടങ്ങി വരികയാണ്. തിരുവചനം പറയുന്നു, ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് മഹാജയം നൽകി. ഒരിക്കൽ കൂടെ, ദാവീദ് ചെന്നിടത്തൊക്കെയും ദൈവം അവന് മഹാജയം നൽകി. ദൂതാണ്, നിന്റെ ഫെയിലിയേഴ്സ്, നിന്റെ പരാജയങ്ങൾ ഇന്ന് രാത്രി മുതൽ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. Come on, ബിസിനസ്സുകാരെ, നിന്റെ പരാജയം ക്യാൻസൽ ചെയ്തിരിക്കുന്നു. വിദ്യാർത്ഥികളെ, നിന്റെ പരാജയം ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഉദ്യോഗാർത്ഥികളെ, നിന്റെ പരാജയം. അതിലുപരി ശുശ്രൂഷകന്മാരെ നോക്കി ഞാൻ വിളിച്ചു പറയട്ടെ, യേശുവിന്റെ നാമത്തിൽ ഇനി നിനക്ക് തോൽക്കാൻ കഴിയത്തില്ല. ആ ബാറ്റിലും ജയിച്ചിട്ട്, ആ യുദ്ധത്തിലും ജയിച്ചിട്ട് ദാവീദ് സിക്ലാഗിലേക്ക് മടങ്ങി വരികയാണ്.
സിക്ലാഗിലേക്ക് ദാവീദ് മടങ്ങി വരുന്ന സമയത്ത് സ്തോത്രം, സാധാരണ യുദ്ധം കഴിഞ്ഞവൻ ജയിച്ച് മടങ്ങി വരുമ്പോൾ സ്തോത്രം, ഇസ്രായേൽ കന്യകമാർ, നൂറുകണക്കിന് കന്യകമാർ നൃത്തം ചെയ്ത് അവനെ എതിരേറ്റാണ് വരുന്നത്. പക്ഷേ സിക്ലാഗിനോട് അവൻ അടുക്കുമ്പോൾ സ്തോത്രം, അതെ, കന്യകമാർ വരുന്നില്ല. സ്തോത്രം, പാട്ടുകൾ കേൾക്കുന്നില്ല. മുഴുവൻ വിജനമായി കിടക്കുന്നു, ജനമില്ല. ദാവീദ് സിക്ലാഗിനോട് അടുക്കുമ്പോൾ കന്യകമാർ നൃത്തം ചെയ്ത് എതിരേൽക്കാൻ വരുന്നില്ല. അകലെ നിന്ന് അവൻ കണ്ടു, ഇതാ പുക ചുരുളുകൾ ഉയരുന്നു, പുക ഉയരുന്നു. ദാവീദിന്റെ ഉള്ളിൽ കാളി കാണും. അവൻ സ്തോത്രം സിക്ലാഗിലേക്ക് നടന്നു ചെല്ലുമ്പോൾ സിക്ലാഗ് മുഴുവൻ ചാരക്കൂമ്പാരമായി കിടക്കുന്നു. അവൻ്റെ ഭാര്യമാരെ കാണുന്നില്ല, മക്കളെ കാണുന്നില്ല, മക്കളില്ല, ഭാര്യമാരില്ല. അവൻ്റെ കൂടെ 600 പേരുണ്ട്, അവരുടെയും പ്രിയപ്പെട്ടവരില്ല. അമാലേക്കൻ എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട്. അമാലേക്കൻ, ശബ്ദം ഉയർത്തി ധൈര്യമുള്ളവർ മാത്രം അമാലേക്കൻ. കമാൺ, ഒരിക്കൽ കൂടെ പേടിക്കാതെ പറഞ്ഞേ. സ്തോത്രം, അമാലേക്കൻ. അവൻ ബാക്കിലൂടെ അറ്റാക്ക് ചെയ്യുന്നവനാണ്. കയ്യുയർത്തണ്ട, കേട്ടിരുന്നാ മതി. സ്തോത്രം, അവൻ ബാക്കിലൂടെ അറ്റാക്ക് ചെയ്യുന്നവനാണ്. അവൻ ഒരിക്കലും ഫ്രണ്ടിൽ വരത്തില്ല. എന്നാൽ ശത്രുവേ, നീ തോറ്റവനാണ്. സാത്താനേ, നീ തോറ്റവനാണ്. ബാക്കിലൂടെ, ദൈവമക്കളുടെ ബാക്കിലൂടെ, ദൈവസഭയുടെ പിന്നിലൂടെ. നേരിട്ടൊന്നും പറയത്തില്ല, നേരിട്ട് ചിരിച്ചു നിന്ന്. എൻ്റെ ചിരി കാണുമ്പോൾ വിവേചനമുള്ളവൻ പറയും, ഇത് വാ തുറക്കുന്നത് അതെ സന്തോഷം കൊണ്ടല്ല, വിഴുങ്ങാനാ ചിരിക്കുന്നത്. അമാലേക്കൻ പിന്നിലൂടെ അറ്റാക്ക് ചെയ്യുന്നവനാണ് അമാലേക്കൻ. എൻ്റെ ബൈബിൾ പറയുന്നു അമാലേക്കൻ ഒരിക്കലും നിലനിൽക്കത്തില്ല. അത് വേറൊരു പ്രസംഗം അടുത്ത ഞായറാഴ്ച വന്നാട്ടെ, അടുത്ത ഞായറാഴ്ച പറഞ്ഞു തരാം. സ്തോത്രം, നോക്ക്, അതേ അമാലേക്കൻ പിന്നിലൂടെ അറ്റാക്ക് ചെയ്യുന്ന അമാലേക്കൻ സിക്ലാഗിൽ വന്ന് ദാവീദിന്റെ ഭാര്യമാരെയും മക്കളെയും പിടിച്ചിട്ട് പോയി. സ്തോത്രം, അതെ, ദാവീദിന്റെ ഭാര്യമാരെയും മക്കളെയും പിടിച്ചിട്ട് പോയി. മുഴുവൻ തീ വച്ച് എരിച്ചു കളഞ്ഞ് ദാവീദ് വലിയ കഷ്ടത്തിലായി. ബൈബിൾ പറയുന്നു 1 ശമൂവേൽ 30, ദാവീദ് വലിയ കഷ്ടത്തിലായി. കാരണം ഉള്ളതെല്ലാം പോയി. ആരോ പറയുന്നു, എൻ്റെ സ്റ്റോറിയാണ്. കോവിഡ് വന്നു, ഉള്ളതെല്ലാം പോയി. ഗൾഫിൽ നിന്ന് മടങ്ങി വന്നു, ഉള്ളതെല്ലാം പോയി. എഡ്യൂക്കേഷൻ പോയി, നന്മകൾ പോയി, എല്ലാം പോയി, പണം പോയി, റെപ്യൂട്ടേഷൻ പോയി. പക്ഷേ ഈ വിശുദ്ധ പുസ്തകം പോയി എന്ന് പറയുന്ന പുസ്തകമല്ല, പോയതിനെ പല മടങ്ങായി തിരിച്ചു തരും എന്ന് പറയുന്ന പുസ്തകമാണ്. ദാവീദ് വലിയ കഷ്ടത്തിലായി. സ്തോത്രം, ആ ചാരത്തിൽ മുട്ടുമടക്കിയായിരിക്കാം അലച്ചു കൂവി അവൻ കരയുകയാണ്. സ്തോത്രം, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണല്ലോ. അതുകൊണ്ട് സോഫ്റ്റ് ഹാർട്ടഡ് പേഴ്സൺ, സ്തോത്രം, ലോല ഹൃദയമുള്ളവൻ ആ ചാരത്തിൽ മുട്ടുമടക്കി അലച്ചു കൂവി കരയുമ്പോൾ ചുറ്റും പുക പൊങ്ങുകയാണ്. ചാരത്തിൽ സ്തോത്രം കിടന്ന് താൻ നിലവിളിക്കുമ്പോൾ ചുറ്റും നോക്കിയപ്പോൾ സ്വന്തമെന്ന് പറയുന്നതായി അവൻ്റെ സ്വന്തം ജനത്തിൻ്റെ കയ്യിൽ, എൻ്റെ കണ്ണിൽ നോക്ക്, സ്വന്തം ജനത്തിൻ്റെ കയ്യിൽ അവന് കരയുന്നതിനിടയ്ക്ക് നോക്കിയപ്പോൾ ഈ ട്രസ്റ്റ് ചെയ്ത ആൾക്കാരുടെ കയ്യിൽ കല്ല്. എന്താ ക്രൈസ്റ്റ് ഒരു വല്ലാത്ത വിമീഷ്ടം പോലെ? Come on, talk to me. കല്ല് സ്വന്തം ജനത്തിൻ്റെ കയ്യിൽ, എല്ലാവൻ്റെയും കയ്യിൽ കല്ലറിവാർ, അഭിഷിക്തന് കല്ലറിവാർ, എല്ലാവൻ്റെ. ഇതെൻ്റെ അവസാനത്തെ സെഷൻ ആയിരിക്കും ഈ പട്ടണത്തിൽ. ഐ വോണ്ട് കെയർ. സ്വന്തം ജനം ട്രസ്റ്റ് ചെയ്ത എല്ലാവൻ്റെ മേൽ കല്ല് ആയിരിക്കുമ്പോൾ എൻ്റെ ബൈബിൾ പറയുന്നു, ഈ അണ്ണന്മാരിലും അച്ചാച്ചന്മാരെയും കണ്ട് അവൻ ഡിസ്കറേജ് ആയെന്നല്ല, യേശുവിൻ്റെ നാമത്തിൽ. കാരണം യവനെ വിളിച്ചത് യവരാരുമല്ല, യവനെ അപ്പോയിന്റ് ചെയ്തത് യവരാരുമല്ല. ഞാൻ നിന്നെ നോക്കി പറയട്ടെ, നിന്നെ വിളിച്ചത്, നിന്നെ അപ്പോയിന്റ് ചെയ്തത് മനുഷ്യനല്ല. മനുഷ്യൻ വോട്ടിട്ടല്ല നീ ഇവിടെ വന്നത്. മനുഷ്യനല്ല, ലോക സ്ഥാപനത്തിന് മുൻപേ സ്വർഗത്തിലെ ദൈവം നിന്നെ തെരഞ്ഞെടുത്തുവെങ്കിൽ നീ ഡിസ്കറേജ് ആകുമ്പോൾ
സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ, എല്ലാവരും എതിരാകുമ്പോൾ, കൂടെ നിൽക്കുന്നവർ കാര് വാരുമ്പോൾ, കൂടെ നിൽക്കുന്നവർ നിനക്കെതിരെ പാര പടിക്കുമ്പോൾ, കൂടെ നിൽക്കുന്നവർ പൊളിറ്റിക്സ് കളിക്കുമ്പോൾ, കൂടെ നിൽക്കുന്നവർ യൂതയ്ക്ക് തത്തുല്യമായി തള്ളിപ്പറിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം ആ അമ്മാമ്മയുടെ മൊന്തായം നോക്കി, ആ ചാച്ചന്റെ മുഖം നോക്കി നീ ഡിസ്കറേജ് ആകല്ല. നിന്റെ സോഴ്സ് സൂര്യനല്ല, സൂര്യനെ നിർമ്മിച്ച നീതി സൂര്യനാണ്. Come on. Hallelujah. Oh, അവനെ എൻകറേജ് ചെയ്യാൻ ഒരു മനുഷ്യനും വന്നില്ല. കേൾക്കുന്നവർ ശബ്ദം ഉയർത്തി ആമേൻ പറഞ്ഞാണ്. അവനെ എൻകറേജ് ചെയ്യാൻ ഒരു പാതിരിയും വന്നില്ല, ഒരു പാസ്റ്ററും വന്നില്ല. അയ്യോ, ഒരു ദൈവദാസൻ വന്നിരുന്നെങ്കിൽ, ഒരു ദൂത് പറയുന്ന ഒരു പുള്ളി വന്നിരുന്നെങ്കിൽ, ഒരു പ്രവചനം പറയുന്ന ആരെങ്കിലും വന്നിരുന്നെങ്കിൽ. വരത്തില്ല കുട്ടി, നീ ഒറ്റയ്ക്ക് കിടന്ന് പിടയുമ്പോൾ, നീ ഒറ്റയ്ക്ക് കിടന്ന് കരയുമ്പോൾ, നീ ഒറ്റക്കാകുമ്പോൾ, തീയിലൂടെ വെള്ളത്തിലൂടെ വരുമ്പോൾ, അപ്പുറത്തെയും ഇപ്പുറത്തെയും ദൈവദാസന്മാരെ പലപ്പോഴും വരത്തില്ല. നിന്റെ റൂമിൽ ഇറങ്ങി നിൽക്കുന്ന യഹോവ ശമായുണ്ട്. നിന്റെ കൂടെ ഇറങ്ങി നിൽക്കുന്ന ഇമ്മാനുവേൽ ഉണ്ട്. അനുഭവിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറഞ്ഞേ. ഓ, ദാവീദ് സൈഡിൽ നിന്നതായ മനുഷ്യരിലല്ല അവൻ ആശ്രയിച്ചത്, പകരം സ്തോത്രം സർവശക്തനായ ദൈവത്തിൽ അവൻ ബലപ്പെട്ടു. രണ്ടുപേരെ തൊട്ട് പറഞ്ഞോട്ടെ, ദൈവത്തിൽ ബലപ്പെടണം. പെട്ടെന്ന് പറഞ്ഞേ, ദൈവത്തിൽ ബലപ്പെടണം. ഹി എൻകറേജ് ഇൻ ദ ലോർഡ്. അവൻ കർത്താവിൽ ബലപ്പെട്ടു. സ്തോത്രം. മനുഷ്യന് നിനക്ക് അമ്പം പറ്റത്തില്ല. മനുഷ്യൻ എപ്പോൾ എടുത്ത് യൂസ് ആൻഡ് ത്രോ എന്ന് പറഞ്ഞ് പുറത്ത് കളഞ്ഞെന്ന് പറഞ്ഞാൽ മതി. മനുഷ്യൻ എപ്പം നിന്നെ കുടിക്കുക എന്ന് പറഞ്ഞാൽ മതി. മനുഷ്യൻ എപ്പം നിന്നെ എവിടെയെങ്കിലും സ്തോത്രം താഴ്ത്തി തകർത്തു എന്ന് പറഞ്ഞാൽ മതി. So you cannot trust people. പക്ഷേ ഇന്ന് രാത്രി കൈവിടാത്ത ഒരു ദൈവമുണ്ട്, തള്ളിക്കളയാത്ത ഒരു ദൈവമുണ്ട്, കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. Come on. അവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. കരങ്ങളെ അടിച്ച് ദൈവജനം ദൈവത്തെ സ്തുതിച്ച്. Hallelujah. എൻകറേജ്, എൻകറേജ്, എൻകറേജ്. എല്ലാ ഡിസ്കറേജ് സ്പിരിറ്റുകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. അയ്യോ, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, അയ്യോ എല്ലാം ചാരമായി പോയി, എല്ലാവരും എന്നിൽ നിന്ന് മാറിപ്പോയി, ഞാൻ ഒറ്റപ്പെട്ടു, എനിക്ക് മാത്രം ഈ ദുർവിധി, ഞാൻ മാത്രം ഉടക്കപ്പെട്ടു, ഞാൻ മാത്രം തകർക്കപ്പെട്ടു എന്നൊരിക്കലും സെൽഫിറ്റി പറയല്ല. ഞങ്ങൾ മാത്രം ഇങ്ങനെയെന്ന് പറഞ്ഞ് നിന്റെ വിരലും കടിച്ച് ഇരിക്കല്ല. പകരം ഈ ജീസസിനെ ഞാൻ ഇന്ന് രാത്രി പ്രവചിച്ചു പറയട്ടെ, ദൈവം അറിഞ്ഞിട്ടാണ് നിന്റെ ജീവിതത്തിലെ മുറിവുകൾ വന്നത്. ദൈവം അറിഞ്ഞിട്ടാണ് ഒറ്റപ്പെട്ട അവസ്ഥ വന്നത്. ദൈവം അറിഞ്ഞിട്ടും അനുവദിച്ചിട്ടും അത് വന്നു എങ്കിൽ, നിനക്ക് പ്രശ്നമുണ്ടെങ്കിൽ ദൈവത്തിന് പരിഹാരമുണ്ട്. നിന്റെ തലയിലെ രോമങ്ങൾ എണ്ണി അറിഞ്ഞിരിക്കുന്ന സ്വർഗത്തിൽ ദൈവം പറയുന്നു, കുഞ്ഞെ, ഇത് സിക്ലാഗ, ഇത് സിക്ലാഗ, ഞാൻ നിന്നെ പ്രിപ്പയർ ചെയ്യുകയാണ്. ഓ, ആരോടാ ഞാൻ പറഞ്ഞേ? ഞാൻ നിന്നെ പ്രിപ്പയർ ചെയ്യുകയാണ്. ഒരു കണ്ണ് കണ്ട്, ഓ സ്തോത്രം പറ, സ്തോത്രം പറ കുട്ടി. കൈയടിക്കുന്നെങ്കിൽ നേരെ കരങ്ങളെ അടിച്ച് ദൈവം നിന്നെ പ്രിപ്പയർ ചെയ്യുകയാണ്. നിനക്ക് ചിലപ്പോൾ വേദന തോന്നിക്കാണും, ചിലപ്പോൾ നീ കരഞ്ഞു കാണും, ചിലപ്പോൾ നീ തകർന്നു കാണും, ചിലപ്പോൾ നീ അവഹേളിക്കപ്പെട്ട് കാണും, ചിലപ്പോൾ നീ കുറ്റവാളിയായി മറ്റുള്ള മുമ്പിൽ വായ പൂട്ടി മിണ്ടാതിരിക്കേണ്ട അവസ്ഥ വന്നു കാണും. But the Lord is preparing you. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നെ പറഞ്ഞയച്ചത് നിന്നോട് പ്രവചിക്കാനാണ്. അടുത്ത ലെവലിലേക്ക് നീ കയറാൻ നേരമായി, അടുത്ത മണ്ഡലത്തിലേക്ക് എത്താൻ നേരമായി. The Lord is preparing you. അവൻ നിന്നെ ഒരുക്കുകയാണ്. അടുത്തിരിക്കുന്ന ഹൈഫൈ കൊടുത്ത് പറ, ദൈവം ഒരുക്കുന്നു, ദൈവം ഒരുക്കുന്നു, ദൈവം ഒരുക്കുന്നു, ദൈവം ഒരുക്കുന്നു. നിന്റെ പാട്ടിന്റെ ടോൺ മാറാൻ പോകുന്നു, നിന്റെ അന്യഭാഷ മാറാൻ പോകുന്നു, നിന്റെ ആരാധനയുടെ ഋതം മാറാൻ പോകുന്നു, നിന്റെ ദർശനത്തിന്റെ ആഴം വർദ്ധിക്കാൻ പോകുന്നു, നിന്റെ പ്രോഫസിയുടെ ആക്യുറസി വർദ്ധിപ്പാൻ പോകുന്നു. ഇതുവരെ നീ ചെയ്തതിനേക്കാൾ വലുത് നീ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഇതുവരെ നീ അനുഭവിച്ചതിനേക്കാൾ ഏറ്റവും വലിയ ആത്മസാന്നിധ്യം, 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 ആത്മസാന്നിധ്യം. ആത്മസാന്നിധ്യം. കരങ്ങൾ അടിച്ച് അല്ലെങ്കിൽ കരങ്ങൾ ഉയർത്തി വാ തുറന്ന് ആരെങ്കിലും അതെ 2 മിനിറ്റ് അന്യഭാഷകൾ ദൈവത്തെ സ്തുതിച്ച് ഈ പട്ടണത്തിൽ ആത്മസാന്നിധ്യം. മേലാൽ സാഹചര്യത്തെ പഠിക്കല്ല. മേലാൽ ഞാൻ എനിക്കിങ്ങനെ പറ്റിയെന്ന് പറയല്ല, ഞാൻ എൻ്റെ ദുർവിധി എന്ന് പറയല്ല, എൻ്റെ തലയിലെടുത്തെന്ന് പറയല്ല. പകരം പറ, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ശബ്ദം ഉയർത്തി, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഒരിക്കൽ കൂടെ, മൂന്നാമത് ഒരിക്കൽ കൂടെ, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഈ സിക്ലാഗിൽ നിന്ന് ചാരമാണ്,
പ്രിയപ്പെട്ടവൻ ഒളിച്ചു വച്ചിരിക്കുന്ന എന്ത് നന്മയുടെ പൊരുളുണ്ട്. ഒരിക്കൽ കൂടെ, ഈ തിന്മയുടെ പാക്കേജിൽ എന്റെ കർത്താവ് ഒളിച്ചു വച്ചിരിക്കുന്ന എന്തോരം നന്മയുണ്ട്. അതുകൊണ്ട് അവൻ എൻകറേജായി അച്ചാരത്ത് നിന്ന് പതുക്കെ എഴുന്നേറ്റ് അവൻ എൻകറേജായി. ഇന്ന് രാത്രി നിന്നോട് പറയാൻ ഒരു ഭയങ്കര വെളിപ്പാട് ദൈവം എനിക്ക് ഏൽപ്പിച്ചു. ഒരു ഭയങ്കര വെളിപ്പാട്. അത് ഇതാണ്: എൻകറേജ് ചെയ്യുന്നവന്റെ മേൽ, ഉത്സാഹപ്പെടുന്നവന്റെ മേൽ, ധൈര്യപ്പെടുന്നവന്റെ മേൽ, ബലപ്പെടുന്നവന്റെ മേൽ മുഴങ്ങുന്ന ദൈവശബ്ദമുണ്ട്. ഡിസ്കറേജ് ആയിരിക്കുന്നവരോട് ദൈവം സംസാരിക്കത്തില്ല. ഒരിക്കൽ കൂടെ, ഡിസ്കറേജ്മെന്റിൽ ഇരിക്കുന്നവരോട് ദൈവം സംസാരിക്കത്തില്ല. എൻകറേജ് ആകുന്നവന്റെ മേലാണ്, ധൈര്യപ്പെടുന്നവന്റെ മേലാണ് ദൈവശബ്ദം മുഴങ്ങുന്നത്. 22 വർഷം യോസെഫിനെ കുറിച്ച് ഡിസ്കറേജ്മെന്റിലായിരുന്ന യാക്കോബിനോട് ദൈവം സംസാരിച്ചില്ല. നിരാശപ്പെട്ടിരിക്കുന്നവനോട് അല്ല ദൈവശബ്ദം കേൾക്കുന്നത്. ദൈവം സംസാരിച്ചാലും ഡിസ്കറേജിലായിരിക്കുന്ന ദൈവദാസൻ, ഡിസ്കറേജിലായിരിക്കുന്നവർ അത് കേൾക്കാതെ പോകും. പക്ഷെ എൻകറേജ് ആണെങ്കിൽ, എൻകറേജ് ആണെങ്കിൽ ഹെവൻലി റേഡിയോ ഓൺ ആണ്. ഹെവൻലി റേഡിയോ ഓൺ ആണ്. മനസ്സിലായി? റാമേൻ പറഞ്ഞേ. ഉത്സാഹിയുടെ ഹെവൻലി റേഡിയോ ഓൺ ആണ്. അവൻ എൻകറേജ് ആയി. യഫോദ് കൊണ്ടുവരിക, യഫോദ് കൊണ്ടുവരിക. അവൻ ദൈവത്തോട് ചോദിച്ചു, സ്തോത്രം, ഈ പരീക്ഷയെ ഞാൻ പിന്തുടരണോ? നിങ്ങൾക്കറിയാം ആ സ്റ്റോറി. കർത്താവ് നഷ്ടങ്ങളധികമല്ല, നഷ്ടങ്ങളധികമല്ല, നഷ്ടപ്പെട്ടത് പല മടങ്ങായി നിന്നിലേക്ക്, നിന്റെ വീട്ടിലേക്ക് തിരികെ തരുന്ന ദൈവം. നഷ്ടപ്പെട്ട വർഷങ്ങളെ തിരികെ തരുന്ന ദൈവം. ആരോടാ ഞാൻ പ്രവചിച്ചേ? നഷ്ടപ്പെട്ട വർഷങ്ങളെ തിരികെ തരുന്ന ദൈവം. നഷ്ടപ്പെട്ട വിദ്യാഭ്യാസങ്ങളെ തിരികെ നൽകുന്ന ദൈവം. നഷ്ടപ്പെട്ട വരുമാനങ്ങളെ തിരികെ നൽകുന്ന ദൈവം. യെസ് മക്കളെ, യെസ്, ടേക്ക് ഇറ്റ്, ടേക്ക് ഇറ്റ്, ടേക്ക് ഇറ്റ്. നിന്റെ സീസൺ മാറുന്നു. നഷ്ടപ്പെട്ട മണ്ഡലങ്ങളെ തിരികെ നൽകുന്നവനാണ് ദൈവം. അതുകൊണ്ട് ദൈവം പറഞ്ഞു, പിന്തുടരുക, പിന്തുടരുക, പിന്തുടരുക. ആ പരീക്ഷയിൽ നിന്ന് നീ സകലതും വീണ്ടുകൊള്ളു. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ 12 മണി അടുക്കാൻ പോകുകയാണ്. ഉറങ്ങിയിരിക്കല്ലേ. ശത്രുവിന്റെ പാളയത്തിലേക്ക് മാർച്ച് ചെയ്യും എന്ന് ശത്രുവിന്റെ പാളയത്തിലേക്ക് നിനക്കൊരു മാർച്ചുണ്ട്. ഒരിക്കൽ കൂടെ, ശത്രുവിന്റെ ആയുധ പുരകളിലേക്ക്, അല്ലെങ്കിൽ ശത്രുവിന്റെ ഗോഡൌണിലേക്ക് ദൈവസഭ ഇന്ന് രാത്രി മാർച്ച് ചെയ്യാൻ പോകുകയാണ്. കേട്ടില്ല, കേട്ടില്ല. കഴിഞ്ഞ 35 വർഷം ഞാൻ പറയാത്തതാ പറയുന്നത്. സാത്താന്റെ ഗോഡൌണിലേക്ക് ഇന്ന് രാത്രി ദൈവത്തിന്റെ ജനം മാർച്ച് ചെയ്യാൻ പോകുകയാണ്. ദൈവത്തിന്റെ സൈന്യം ഈ രാത്രി ശത്രുവിന്റെ പാളയത്തിലേക്ക് മാർച്ച് ചെയ്യാൻ പോകുന്നു. എന്തിനു വേണ്ടി? നിന്നിൽ നിന്ന്, നിന്റെ തലമുറയിൽ നിന്ന്, നിന്റെ ഭൗതിക ആത്മീയ നന്മകളിൽ നിന്ന് സാത്താൻ മോഷ്ടിച്ചു കൊണ്ടുപോയത് മുഴുവൻ യേശുവിന്റെ നാമത്തിൽ തിരികെ പിടിക്കാൻ. ഘോരനായ ശത്രു സൈന്യം ചിതറിയിടുന്നു. ദുഷ്ടമുഖം പുഷ്ടിയാൽ തകർന്നിടുന്നു. ഒരിക്കൽ കൂടെ, ഘോരനായ ശത്രു സൈന്യം ചിതറിയിടുന്നു. ദുഷ്ടമുഖം പുഷ്ടിയാൽ തകർന്നിടുന്നു. ബദ്ധന്മാർക്ക് വിടുതലും ഭ്രഷ്ടന്മാർക്ക് രക്ഷയും സുവിശേഷ കാഹളം മുഴങ്ങിടുന്നു. ബദ്ധന്മാർക്ക് വിടുതലും ഭ്രഷ്ടന്മാർക്ക് രക്ഷയും സുവിശേഷ കാഹളം മുഴങ്ങിടുന്നു. കരങ്ങളെയടിച്ച്, കരങ്ങളെയടിച്ച്, കരങ്ങളെയടിച്ച്. ഘോരനായ ശത്രു സൈന്യം ചിതറിയിടുന്നു.
ദുഷ്ടമൂഖം പുഷ്ടിയാൽ തകർന്നിടുന്നു. ബദ്ധന്മാർക്ക് വിടുതലും ഭ്രഷ്ടന്മാർക്ക് രക്ഷയും സുവിശേഷകാഹളം മുഴങ്ങിടുന്നു. ബദ്ധന്മാർക്ക് വിടുതലും ഭ്രഷ്ടന്മാർക്ക് രക്ഷയും സുവിശേഷകാഹളം മുഴങ്ങിടും. ഒരിക്കൽ കൂടെ ഘോരനായ ശത്രു സൈന്യം ചിതറിയിടുന്നു. ദുഷ്ടമൂഖം പുഷ്ടിയാൽ തകർന്നിടുന്നു. ബദ്ധന്മാർക്ക് വിടുതലും ഭ്രഷ്ടന്മാർക്ക് രക്ഷയും സുവിശേഷകാഹളം മുഴങ്ങിടുന്നു. ബോബസ് അൽപ്പോടെ ഫാസ്റ്റ് ആക്കാമോ? അൽപ്പോടെ ഫാസ്റ്റ്. റെഡി, 1 2 3 4. ഘോരനായ ശത്രു സൈന്യം ചിതറിയിടുന്നു. ദുഷ്ടമൂഖം പുഷ്ടിയാൽ തകർന്നിടുന്നു. ബദ്ധന്മാർക്ക് വിടുതലും ഭ്രഷ്ടന്മാർക്ക് രക്ഷയും സുവിശേഷകാഹളം മുഴങ്ങിടുന്നു. ബദ്ധന്മാർക്ക് വിടുതലും ഭ്രഷ്ടന്മാർക്ക് രക്ഷയും സുവിശേഷകാഹളം മുഴങ്ങിടുന്നു. വീഴുന്നു, 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 വീഴുന്നു. Fire falling, fire falling, fire falling, വീഴുന്നു, fire falling. കരങ്ങളടിച്ച് പ്രവചിച്ചു പാടിക്കേ. ഘോരനായ ശത്രു സൈന്യം ചിതറിയിടുന്നു. ദുഷ്ടമൂഖം പുഷ്ടിയാൽ തകർന്നിടുന്നു. ദുഷ്ടന്മാർക്ക് വിടുതലും ഭ്രഷ്ടന്മാർക്ക് രക്ഷയും സുവിശേഷകാഹളം മുഴങ്ങിടുന്നു. ബദ്ധന്മാർക്ക് വിടുതലും ഭ്രഷ്ടന്മാർക്ക് രക്ഷയും സുവിശേഷകാഹളം മുഴങ്ങിടുന്നു. എന്തുകൊണ്ട്? തിരുവനന്തപുരത്ത് എല്ലാ ദുരാത്മാമണ്ഡലങ്ങൾ കേൾക്കട്ടെ. ഘോരനായ ശത്രു സൈന്യം ചിതറിയിടുന്നു. ദുഷ്ടമൂഖം പുഷ്ടിയാൽ തകർന്നിടുന്നു. ഭക്തന്മാർക്ക് വിടുതലും ഭ്രഷ്ടന്മാർക്ക് രക്ഷയും സുവിശേഷകാഹളം മുഴങ്ങിടുന്നു. ഭക്തന്മാർക്ക് വിടുതലും ഭ്രഷ്ടന്മാർക്ക് രക്ഷയും സുവിശേഷകാഹളം മുഴങ്ങിടുന്നു. ദുഷ്ടമൂഖം പുഷ്ടിയാൽ തകർന്നിടുന്നു. ഭക്തന്മാർക്ക് വിടുതലും ഭ്രഷ്ടന്മാർക്ക് രക്ഷയും സുവിശേഷകാഹളം മുഴങ്ങിടുന്നു. ഭക്തന്മാർക്ക് വിടുതലും ഭ്രഷ്ടന്മാർക്ക് രക്ഷയും സുവിശേഷകാഹളം മുഴങ്ങിടുന്നു. തീ വീഴുന്നു, തീ വീഴുന്നു, തീ വീഴുന്നു, തീ വീഴുന്നു. അരമണിക്കൂർ കഴിയുമ്പോ ഈ രാജ്യത്തിന്റെ ആത്മമണ്ഡലത്തിൽ വീഴുന്നു, വീഴുന്നു. ശബ്ദം ഉയർത്തി, ശബ്ദം ഉയർത്തി.
ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി. യെസ്, ദുഷ്ടൻ അപഹരിച്ചത് മുഴുവൻ തിരികെ കൊണ്ടുവരുവാൻ, ശത്രു അപഹരിച്ചത് മുഴുവൻ തിരികെ പിടിപ്പാൻ. മാർച്ച്, മാർച്ച്. ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ്, ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ്, ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ് റൈറ്റ്. യെസ്, ശത്രു കൊണ്ടുപോയത് മുഴുവൻ തിരികെ പിടിപ്പാൻ. യുദ്ധദൂതന്മാർ ഇറങ്ങിക്കഴിഞ്ഞു, യുദ്ധദൂതന്മാർ ഇറങ്ങിക്കഴിഞ്ഞു. The captain of Lord's army, യഹൂദ ഗോത്രത്തിലെ സിംഹം, the captain of Lord's army, ഈ ഓഡിറ്റോറിയത്തിന്റെ നെറുകെ കുറുകെ ഇന്ന് രാത്രി ഇതാ നടന്നുകൊണ്ടിരിക്കുന്ന അവൻ നിന്നെ ഒരുക്കുകയാണ്. ശത്രുവിന്റെ ആയുധപുരകളെ തീ വച്ച് എരിക്കുവാൻ, അവന്റെ സ്റ്റോർ ഹൗസിനെ കാലിയാക്കാൻ, ദുഷ്ടന്റെ സ്റ്റോർ ഹൗസിനെ കാലിയാക്കാൻ. ഫയർ, ഫയർ. കുഞ്ഞുങ്ങളുടെ മേൽ ഫയർ, യുവാക്കളുടെ മേൽ ഫയർ, മാതാപിതാക്കളുടെ മേൽ ഫയർ, എല്ലാ അങ്കിളുമാരുടെ മേൽ, ആന്റിമാരുടെ മേൽ ഫയർ, 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 ഫയർ. ശത്രുവിനെ തടയുവാൻ കഴിയത്തില്ല. മന്ത്രവാദ കെട്ടുകൾ എരിയട്ടെ, ആ വിചാര കെട്ടുകൾ അഴിയട്ടെ, ദുഷ്ടമുഖങ്ങൾ തകരട്ടെ, സൈതന്യത്തിന്റെ ശക്തികൾ തകരട്ടെ, എല്ലാ ഗൂഢാലോചനകൾ എരിയട്ടെ, ദുഷ്ടന്റെ പദ്ധതികൾ പാഴാകട്ടെ. കൈയടിക്കുന്നെങ്കിൽ നേരെ കൈയടിക്കാം. ശക്തിയായി, ശക്തിയായി യേശുവിന്റെ നാമത്തിൽ. നിനക്ക് നഷ്ടപ്പെട്ടത് എന്താണെങ്കിൽ അത് പണമായിരിക്കാം, നിന്റെ റെപ്യൂട്ടേഷൻ ആയിരിക്കാം, വരുമാനമായിരിക്കാം, നിന്റെ ബുദ്ധിയായിരിക്കാം, നിന്റെ ഭൗതികമായിരിക്കാം, അതിലുപരി നിന്റെ ആത്മീയമായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ ഞാൻ കാണുന്നു, വലയിൽ കയറുന്നത് നിന്റെ വലയിൽ കയറിയിരിക്കും. ചൂണ്ടലിൽ കൊത്തേണ്ടത് നിന്റെ ചൂണ്ടലിൽ കൊത്തിയിരിക്കുക. വഴുതി പോകുവാൻ, വഴുതി പോകുവാൻ ഇനിയവൻ സമ്മതിക്കത്തില്ല. നഷ്ടപ്പെട്ടത് അവൻ നിനക്ക് തിരികെ നൽകുന്നു. ചാരത്തിൽ കിടന്നൊരു നിലവിളി, ചാരത്തിൽ കിടന്നൊരു നിലവിളി. യഹോവയാം ദൈവമേ, എൻ്റെ ഭാര്യമാരെയും എൻ്റെ മക്കളെയും ആ അമാലിക്കൻ അപഹരിച്ചിട്ട് പോയി. എൻ്റെ ഭാര്യമാരെയും എൻ്റെ മക്കളെയും അമാലിക്കൻ അപഹരിച്ചിട്ട് പോയി. എൻ്റെ ഭാര്യമാരെയും എൻ്റെ മക്കളെയും അമാലിക്കൻ അപഹരിച്ചിട്ട് പോയി. അത് പഴയ നിയമത്തിന്റെ പ്ലാറ്റ്ഫോമിൽ കേൾക്കുമ്പോൾ മെലിഞ്ഞാൻ രാത്രി ഉണ്ടായ എൻകൗണ്ടറിൽ പുതിയ നിയമത്തിന്റെ ഒരു എക്കോ ഞാൻ കണ്ടു. ഓ കമോൺ, നിങ്ങൾക്ക് മനസ്സിലായില്ല? ഓ, ഈ ഇൻട്രഡക്ഷനോടെ ഈ ദൂത് ആരംഭിക്കട്ടെ. കാരണം സ്വർഗം തുറന്നിരിക്കട്ടെ. ഇത് ബ്രദർ സുരേഷ് ബാബുവിന്റെ ശബ്ദമല്ല, ഇത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ശബ്ദം മാത്രമേ. ദാവീദ് ഷാഡോ, ദാവീദ് ഷാഡോ, ദാവീദ് ഷാഡോ എങ്കിൽ സ്തോത്രം. അതേ, യേശു കർത്താവ് ദാവീദ് പുത്രൻ, സബ്സ്റ്റൻസ്. ദാവീദ് ഷാഡോ എങ്കിൽ ദാവീദ് പുത്രൻ, സബ്സ്റ്റൻസ് അത്രേ. ഓ, ഇന്ന് രാത്രി ഷാഡോയിലല്ല നാം ആരാധിക്കുന്നത്. ഇന്ന് രാത്രി ഷാഡോയിലല്ല നീ നിന്നിട്ടിരിക്കുന്നത്. നീ ഞാനും നിൽക്കുന്നത് അവന്റെ ഗ്ലോറിയിലാണ്. ഗ്ലോറിയിലാണ് നാം നിൽക്കുന്നത്, ഷാഡോയിലല്ല. ഇത് ഷാഡോയിൽ നിന്നവന്, നിഴലിൽ നിന്നവന് ദൈവം അത് ചെയ്തെങ്കിൽ പോരലിൽ നിൽക്കുന്നവന് എത്ര അധികം തമ്പുരാൻ ചെയ്യും. ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ ആ വീട്ടിൽ ചിലത് നടക്കുന്നു. ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ ആ വീട്ടിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ ചിലത് നടക്കുന്നു. ഇവിടെ ആരാധിക്കുമ്പോൾ വിദേശത്തായിരിക്കുന്നവർ ചിലത് നടക്കുന്നു. ഇഴഞ്ഞു ഓടുന്ന സർപ്പത്തിന് തത്തുല്യമായി ദുരാത്മ മണ്ഡലങ്ങൾ ഏതൊക്കെയോ മേഖലകളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ഓടി വരികയാണ്. കരങ്ങളടിച്ച്
ഏയ് പ്രാർത്ഥിച്ച് നിൽക്കുക. ആത്മാവിൽ ജാഗരിച്ച് നിൽക്കുക. പ്രാർത്ഥിച്ച് നിൽക്കുക. തണുക്കല്ല് 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 തണുക്കല്ല്. ചാരത്തിൽ കിടന്നൊരു നിലവിളി. എൻ്റെ ഭാര്യമാരെയും എൻ്റെ മക്കളെയും ശത്രു കൊണ്ടുപോയി. എൻ്റെ ഭാര്യമാരെയും എൻ്റെ മക്കളെയും ശത്രു കൊണ്ടുപോയി. ഷാഡോയിൽ നിന്നവർ നോക്കി തമ്പുരാൻ പറഞ്ഞു, നോ, നീ നഷ്ടപ്പെട്ടവനായി, ഒഴിഞ്ഞവനായി, അവഹേളിക്കപ്പെട്ട് ജീവിക്കേണ്ടവനല്ല. നീ നഷ്ടപ്പെട്ടവനായി ജീവിക്കേണ്ടവനല്ല. എനിക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നീ ജീവിക്കേണ്ടവനല്ല. നീ ഇന്നും എനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് ജീവിക്കേണ്ടവനാണ്. നീ ഒഴിഞ്ഞവനല്ല, നീ നിറഞ്ഞവനാണ്. ആർക്കും വേണ്ടേ? ആർക്കും വേണ്ടേ? ഞാൻ കൊണ്ടുപോവാ. നീ ഒഴിഞ്ഞവനല്ല. ഇന്ന് രാത്രി ഫ്രണ്ട് റോ മുതൽ ലാസ്റ്റ് റോ വരെ ദൈവത്തിന്റെ നിറവ്, ദൈവത്തിന്റെ നിറവ് വെളിപ്പെടുന്നു. ദൂതിതാണ്. ഷാഡോയിൽ നിന്നവനോട് തമ്പുരാൻ പറഞ്ഞു, ഷാഡോയിൽ നിന്നവനോട് കർത്താവ് പറഞ്ഞു, നിഴലിൽ നിന്ന് പഴയ നിയമത്തിലെ രാജാവായ ദാവീദിനോട് പിന്തുടരുക. അടുത്തിരിക്കുന്നത് ഹൈ ഫൈ കൊടുത്ത് പറഞ്ഞാട്ടെ, ഞാൻ പിന്തുടരാൻ പോവാ, ഞാൻ പിന്തുടരാൻ പോവാ, ഞാൻ പിന്തുടരാൻ പോവാ. നീ അതിനെ വീണ്ടുകൊള്ള. ഇയ്യോബ് ഇരട്ടിയായി വീണ്ടുകൊണ്ടു. സക്കായി പറയുന്നു 4 മടങ്ങ്. സദൃശവാക്യം 6, 30, 31 7 മടങ്ങ്. 7 മടങ്ങ്. സാത്താൻ മോഷ്ടിച്ചത് ഈ പട്ടണത്തിൽ അടുത്ത 365 ദിവസത്തിനുള്ളിൽ അടുത്ത 365 ദിവസത്തിനുള്ളിൽ സാത്താൻ മോഷ്ടിച്ചത് യേശുവിന്റെ നാമത്തിൽ 7 മടങ്ങായി. ആരെങ്കിലും എന്നോട് കൂടെയുണ്ടോ? 7 മടങ്ങായി, 7 മടങ്ങായി. മന്ത്രങ്ങളെ പൊട്ടിച്ച്, തന്ത്രങ്ങളെ തകർത്ത്, ഊടു ശക്തികളെ ശാസിച്ച്, ആഫ്രിക്കൻ മണ്ണിൽ നിന്ന് നിലക്കെതിരെ എഴുതുവിട്ട അസ്ത്രങ്ങളെ തകർത്ത്, നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യയിൽ നിന്ന് എഴുതുവിട്ടതായ ദുരാത്മ മണ്ഡലങ്ങളെ തലങ്കം വിലങ്കം വിലങ്കം തലങ്കം തലങ്കം വിലങ്കം വിലങ്കം തലങ്കം ആ ശത്രുവിന്റെ അഗ്നി അസ്ത്രങ്ങളെ തകർക്കുന്ന തമ്പുരാൻ പറയുന്നു, sevenfold, sevenfold, sevenfold restoration. കരങ്ങളെ അടിച്ച് പിന്തുടരുക. നിനക്കത് തിരികെ കിട്ടും. ആ കോഴ്സ് നിനക്ക് തിരികെ കിട്ടും. ആ ജോലി നിനക്ക് തിരികെ കിട്ടും. ആ പ്രൊമോഷൻ നിനക്ക് തിരികെ കിട്ടും. ആ ചെയർ നിനക്ക് വേണ്ടി ഒരു കസേരത ആ ചെയർ നിനക്ക് വേണ്ടി കാത്തിരിക്കുക. ആ പൊസിഷൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുക. ആ പൊസിഷൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുക. എന്നാൽ യേശുവിന്റെ നാമത്തിൽ ഈ 2026 നീ ദൂരം നിൽക്കുന്നവനല്ല. നിനക്കൊരു സ്പെഷ്യൽ അപ്പോയിന്റ്മെന്റ്. കാര്യങ്ങൾ മറയുന്നു, കാര്യങ്ങൾ മാറുന്നു, അവസ്ഥകൾ മാറുന്നു. തിരുവനന്തപുരം കേൾക്കട്ടെ, നിയമസഭ കേൾക്കട്ടെ, ക്ലിഫ് ഹൗസ് കേൾക്കട്ടെ. കാര്യങ്ങൾ മാറുന്നു, കാര്യങ്ങൾ മാറുന്നു. ബ്രേക്കിംഗ് ന്യൂസ്, ബ്രേക്കിംഗ് ന്യൂസ്, ബ്രേക്കിംഗ് ന്യൂസ്, ബ്രേക്കിംഗ് ന്യൂസ്. ഓ നേമത്തിൽ നിന്ന് ബ്രേക്കിംഗ് ന്യൂസ്, ബ്രേക്കിംഗ് ന്യൂസ്, ബ്രേക്കിംഗ് ന്യൂസ്. നിഴലിൽ നിന്നവനോട് തമ്പുരാൻ പറഞ്ഞു, പിന്തുടരുക. നീ അതിനെ എത്തിപ്പിടിക്കും. അവന്റെ നിലവിളി, ചാരത്തിൽ കിടന്നുള്ള നിലവിളി. പഴയ നിയമത്തിൽ ഒരുത്തൻ കിടന്ന് നിലവിളിച്ചു, സ്തോത്രം, എൻ്റെ ഭാര്യമാരി എൻ്റെ മക്കളെ പിടിച്ചിട്ട് പോയി. തമ്പുരാൻ പറഞ്ഞു, പിന്തുടരുക. ദാവീദേ പിന്തുടരുക, ദാവീദേ പിന്തുടരുക. എന്നാൽ 48 മണിക്കൂർ മുമ്പ് ആ ഹോട്ടൽ റൂമിൽ ഇമ്മാനുവേൽ ഇറങ്ങി നിന്ന് എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, സുരേഷ് എൻ്റെ ജനത്തോട് പോയി പറ, ഇത് ലൈബ്രറി അല്ല തരുന്നത്, ഇത് നിന്റെ ബൈബിൾ സ്റ്റഡി നോട്ട്സ് അല്ല തരുന്നത്, ഇത് ലോഗോസ്, അതേ സ്തോത്രം, തിയോളജിക്കൽ കോൺസെപ്റ്റ് അല്ല തരുന്നത്. പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്ത്, പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്ത് ദാവീദ് പുത്രൻ നിലവിളിക്കുന്നു, ദാവീദ് പുത്രൻ നിലവിളിക്കുന്നു. അന്ന് ദാവീദ് നിലവിളിച്ചു, ഇന്ന് ദാവീദ് പുത്രൻ നിലവിളിക്കുന്നു. ദാവീദ് പുത്രൻ നിലവിളിക്കുന്നത് എന്റെ ചർച്ചിനെ
സാത്താൻ ഹൈജാക്ക് ചെയ്തു. എന്റെ ചർച്ചിനെ സാത്താൻ ഹൈജാക്ക് ചെയ്തു. എന്റെ ചർച്ചിനെ സാത്താൻ ഹൈജാക്ക് ചെയ്തു. അങ്ങയുടെ വിലയേറിയ രക്തത്താൽ വിലക്ക് വാങ്ങിയ അങ്ങയുടെ സഭയെ, ക്രൂശിന്മേൽ അങ്ങ് വില കൊടുത്ത അങ്ങയുടെ സഭയെ, അങ്ങ് വില കൊടുത്തു മേടിച്ച അങ്ങയുടെ സഭയെ സാത്താൻ ഹൈജാക്ക് ചെയ്തു. ഇന്ന് രാത്രി ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന കർത്താവ്, ഓ അവൻ പറയുന്നു, പിന്തുടരുക, 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 പിന്തുടരുക. നീ അത് തിരികെ പിടിക്ക. കൈയടിക്കുന്നെങ്കിൽ നന്നായി കരങ്ങൾ അടിച്ച് നഷ്ടപ്പെട്ടത് സഭ തിരികെ പിടിക്കുന്നു. നഷ്ടപ്പെട്ടത് സഭ തിരികെ പിടിക്കുന്നു. നഷ്ടപ്പെട്ടത് സഭ തിരികെ പിടിക്കുന്നു. നഷ്ടപ്പെട്ട വിഷൻ ഇന്ന് രാത്രി സഭ തിരികെ പിടിക്കട്ടെ. നഷ്ടപ്പെട്ട വിഷൻ, ദർശനം നഷ്ടപ്പെട്ടവർ തിരികെ പിടിക്ക്. ദലീലമാരുടെ മടിയിൽ കിടന്ന് കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ദർശനം നഷ്ടപ്പെട്ട, അതേ ദർശനം നഷ്ടപ്പെട്ട ശിംശോന്മാർ നഷ്ടപ്പെട്ടത് തിരികെ പിടിക്ക്. യേശുവിന്റെ രക്തം ചെയ്യ. ഇതൊരു തിരികെ പിടിക്കുന്ന രാത്രിയാണ്. ഇന്നലകളിൽ പോയത്, തകർന്നത്, നിന്നത് നീ തിരികെ പിടിക്കുന്നു. കരങ്ങളെ അടിച്ച് തുള്ളി ചാടേണ്ടവർ തുള്ളി ചാടി, നൃത്തം ചെയ്യേണ്ടവർ നൃത്തം ചെയ്ത് യേശുവിന്റെ നാമത്തിൽ ആർമി മാർച്ച് ചെയ്യുന്നു. കമാൻ, കരങ്ങൾ അടിച്ച് നഷ്ടപ്പെട്ട പ്രാർത്ഥന തിരികെ പിടിച്ചേ. നഷ്ടപ്പെട്ട പ്രാർത്ഥന തിരികെ പിടിക്ക. നഷ്ടപ്പെട്ട ആരാധന തിരികെ പിടിക്ക. നഷ്ടപ്പെട്ട അന്യഭാഷ തിരികെ പിടിക്ക. നഷ്ടപ്പെട്ട കൂട്ടായ്മ തിരികെ പിടിച്ചേ. കരങ്ങൾ അടിച്ച് ജയത്തിന്റെ അന്യഭാഷ ഉയരട്ടെ. ജയത്തിന്റെ അന്യഭാഷ ഉയരട്ടെ. കരങ്ങൾ അടിച്ചു മക്കളെ. അപ്പൻ തോറ്റെടുത്ത് നീ ജയിക്കും. വലിയപ്പച്ചന്മാർ തോറ്റെടുത്ത് നീ ജയിക്കും. കുടുംബക്കാർ തോറ്റെടുത്ത് നീ ജയിക്കും. പൂർവികരുടെ തോൽവി പിശാചൻ ഇന്ന് രാത്രി പിന്മാറുന്നു. അപ്പനും അമ്മയ്ക്കും പ്രിയപ്പെട്ടവർ തോറ്റെടുത്ത് ദൈവകൃപയാൽ നീ ജയിക്കും. ജയിക്കും, ജയിക്കും. വിക്ടറി ഫ്ലാഗ്, ജയത്തിന്റെ കൊടി, ജയത്തിന്റെ കൊടി, യഹോവ നീസി എന്ന ജയത്തിന്റെ കൊടി ഇതാ ഉയരുന്നു. നഷ്ടപ്പെട്ടത് ദൈവസഭ തിരിച്ചു പിടിക്കുന്ന വർഷമായിരിക്കും 2026. സഭയ്ക്ക് നഷ്ടപ്പെട്ട സാങ്ക്ടിറ്റി, നിങ്ങൾ കേട്ടില്ല? സഭയ്ക്ക് നഷ്ടപ്പെട്ട സാങ്ക്ടിറ്റി ദൈവജനം തിരിച്ചു പിടിക്കട്ടെ. സഭയ്ക്ക് നഷ്ടപ്പെട്ട ക്വാളിറ്റി ദൈവസഭ തിരിച്ചു പിടിക്കട്ടെ. സഭയ്ക്ക് നഷ്ടപ്പെട്ടതായ ഗ്ലോറി
ദൈവസഭ തിരിച്ചു പിടിക്കട്ടെ. സഭയ്ക്ക് നഷ്ടപ്പെട്ട ഉപദേശം ദൈവസഭ തിരികെ പിടിക്കട്ടെ. സഭയ്ക്ക് നഷ്ടപ്പെട്ട രോഗശാന്തി സഭ തിരിച്ചു പിടിക്കട്ടെ. സഭയ്ക്ക് നഷ്ടപ്പെട്ട കൃപാവരങ്ങൾ സഭ തിരിച്ചു പിടിക്കട്ടെ. മക്കളെ, ജയം 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 ചിത്രത്തോളം ജയം 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 ജയം. കരങ്ങളടിച്ച് ആരാധിച്ചേ. ബാബായ് 2025 നഷ്ടങ്ങളെ ഞങ്ങൾ മറക്കുന്നു. നഷ്ടങ്ങളെ ഞങ്ങൾ മറക്കുന്നു. ചാരങ്ങളെ ഞങ്ങൾ മറക്കുന്നു. കണ്ണുനീരുകളെ ഞങ്ങൾ മറക്കുന്നു. നഷ്ടങ്ങളെ ഞങ്ങൾ മറക്കുന്നു. ചാരമായി പോയത് ഞങ്ങൾ മറക്കുന്നു. പുകകളെ ഞങ്ങൾ മറക്കുന്നു. നിലവിളികളെ ഞങ്ങൾ മറക്കുന്നു. എങ്ങാണ്ട് നിന്ന് നമ്മൾ വീണ്ടും തുടരുക. അവൻ എങ്ങാണ്ട് നിന്ന് ആ ബാറ്റിൽ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കണ്ടത് പുക, ചാരം, നഷ്ടം, ശൂന്യത. പുക കണ്ടവർ വന്നോ, ചാരം കണ്ടവർ വന്ന് നിൽക്കുന്നു, നഷ്ടം കണ്ടവർ നിൽക്കുന്നു, ശൂന്യത കണ്ടവർ നിൽക്കുന്നു. ഒരിക്കൽ കൂടെ ജീവിതത്തിൽ സകലതും പോക പോലെയായവർ നിൽക്കുന്നു. എന്നെ കേൾക്കുന്നു. സകലതും പോക പോലെയായവർ, സകലതും ചാരമായവർ, സകലതും ശൂന്യമായവർ. എന്നാൽ ഇന്ന് പകൽക്കാ, ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ 2025 ടാറ്റാ ടാറ്റാ ബൈ. ആ പുകയിൽ നിന്ന് ഞാൻ പുറത്തു വരുന്നു. ആ ചാരത്തിൽ ഞാൻ പുറത്തു വരുന്നു. ആ നഷ്ടത്തിൽ ഞാൻ പുറത്തു വരുന്നു. ആ തിന്മകളിൽ നിന്ന് ഞാൻ പുറത്തു വരുന്നു. ജീസസ് ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന്, ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടക്കണേ തിരുഹിതപ്പോൾ. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടക്കണേ തിരുഹിതപ്പോൾ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയുടെ നാഥനു സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയുടെ നാഥനു സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കാരുണ്യ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കാരുണ്യ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുണിടണേ. ഇനിയും നടക്കണേ തിരുഹിതപ്പോൾ. ഇനിയും കൃപ തോന്നി കരുണിടണേ. ഇനിയും നടക്കണേ. സാധ്യതകളോ അസ്തമിച്ചു പോ.
രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടക്കണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശു എൻ കൂടെയുള്ളതാ. 2026 സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശു എൻ കൂടെയുള്ളതാ. 2026 അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങൾ എന്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാ പെട്ടകത്തിന്റെ മുമ്പിൽ നൃത്തം ചെയ്ത ദാവീദിന് തുല്യമായി സാന്നിധ്യത്തിന്റെ മുമ്പിൽ നൃത്തം ചെയ്ത് ആരാധിച്ചേ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമാ ശക്തി എന്നിൽ നിറച്ചെന്റെ ജയാളിയായി നടത്തുന്നു. ബുദ്ധിക്കതീതമാ ശക്തി എന്നിൽ നിറച്ചെന്റെ ജയാളിയായി നടത്തുന്നു.
എന്നും നിനക്കൊരു കണ്ണുനീരുണ്ട്, എന്നും കരയാൻ നിനക്ക് വിഷയങ്ങളുണ്ട്. എന്നാൽ ദൈവം പ്രതിയില്ല മക്കളെ, ഞാൻ നിന്നെ പ്രത്യക്ഷമായി മാനിക്കുന്ന year of great reward, year of great reward. Come on, കരങ്ങളെ ഉയർത്തി നന്ദി പറയോ, കരങ്ങൾ ഉയർത്തി നന്ദി പറയോ, കരങ്ങൾ ഉയർത്തി നന്ദി പറഞ്ഞേ. രണ്ട് കരങ്ങൾ നന്നായി സ്ട്രെച്ച് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് യെസ് സ്ട്രെച്ച് ചെയ്ത് യെസ് 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 നന്ദി പറ. നിറഞ്ഞൊഴുകുന്ന കണ്ണോടെ, നിറഞ്ഞൊഴുകുന്ന കണ്ണോടെ, നിറഞ്ഞൊഴുകുന്ന കണ്ണോടെ ഏറ്റെടുത്താട്ടെ, 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 ഏറ്റെടുത്താട്ടെ. യെസ്, ഇയർ ഓഫ് ഗ്രേറ്റ് റിവാർഡ്. Come on, പറഞ്ഞേ. എവിടെയാണ്, 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 ഏതൊക്കെ ഭാഗത്താണ് ദൈവം തന്നെ മാനിക്കേണ്ടത്? പറഞ്ഞേ. പേരൻസ് പറ, ഏതൊക്കെ എക്സാമാണ് കുഞ്ഞുങ്ങൾ ഈ വർഷം എഴുതുന്നത്? ഏതൊക്കെ ഇന്റർവ്യൂ ആണ് നീ അറ്റൻഡ് ചെയ്യുന്നത്? ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നിന്റെ വീട്ടിൽ നീ പ്രതീക്ഷിക്കുന്നത്? ഏതൊക്കെ ഏരിയകളാണ് ദൈവം നിന്നെ ഉപയോഗിപ്പാൻ വേണ്ടി പോകുന്നത്? ജീസസ്. Come on. നിർബന്ധമായി കണ്ണുകൾ അടച്ച്. Year of great reward. എന്നും അവഹേളിക്കപ്പെടാൻ ദൈവം മനുഷ്യന്റെ മുൻപിൽ ഇട്ടുകൊടുക്കുമോ? എന്നും അപമാനിക്കപ്പെടാൻ പേപ്പർ ഗ്ലാസ് പോലെ യൂസ് ആൻഡ് ത്രോ, യൂസ് ആൻഡ് ത്രോ ദൈവം ഇട്ടുകൊടുക്കുമോ? ഒരിക്കലുമില്ല, 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 ഒരിക്കലുമില്ല. നിന്നിൽ നിന്ന് നന്മ അനുഭവിച്ച ഒരുപാട് പേരുണ്ട്. നിന്നിൽ നിന്ന് നന്മ അനുഭവിച്ച ആയിരക്കണക്കിന് ദൈവമക്കളുണ്ട്, നൂറുകണക്കിന് കുടുംബങ്ങളുണ്ട്. മറ്റുള്ളൊരു വിതച്ചെങ്കിൽ നിന്റെ പേരിൽ നിനക്കൊരു കൊയ്ത്തുണ്ട്. ഞാൻ നിർത്തി. മൈക്കിനൊരു സ്റ്റാൻഡ് വേണമെന്ന് 3 പേരെടുത്ത് ഞാൻ പറഞ്ഞു. 4ാമത് ഒരാൾ അത് കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നു. പെട്ടെന്ന് കത്തുമേശയിലേക്ക് നീങ്ങട്ടെ. താങ്ക് യു. സിക്ലാഗിലേക്ക് നോക്ക്. പിള്ളേര് ഞെട്ടി. സിക്ലാഗിൽ അമാലേക്കൻ വന്ന് ആക്രമിക്കുന്നു. ഒരു യുദ്ധം. ദാവീദ് ദൈവത്തിൻ്റെ യുദ്ധം ചെയ്യുന്നു. 2ാമത്തെ യുദ്ധം തീർന്നില്ല. പാരൽ ടൈമിൽ ഗിൽബോവ പർവ്വതത്തിൽ 3ാമത് വേറൊരു യുദ്ധം നടക്കുന്നു. കമോൺ, പല ദിശകളിൽ. സ്തോത്രം. ഞാൻ പറഞ്ഞില്ല സഹോദരന്മാരെ സ്റ്റാൻഡ്, സഹോദരന്മാരെ സ്റ്റിൽ. ഈ മിനിസ്ട്രി ഒന്ന് കഴിയട്ടെ. പരിശുദ്ധാത്മാവില്ലാതെ ആരും ഈ റൂമിൽ ചലിക്കല്ലേ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഈ ഡിസോർഡർ സ്പിരിറ്റ് യേശുവിൻ്റെ നാമത്തിൽ ഗെറ്റ് ഔട്ട് ഫ്രം ദിസ് പ്ലേസ്. ദൈവസഭ കുത്തുവിട്ട പുസ്തകമല്ല, കെട്ടിയടച്ച തോട്ടമാണ്. അതിനൊരു ഓർഡറുണ്ട്. കേക്ക്. അമാലേക്കൻ വന്ന് സിക്ലാഗിൽ ആക്രമിക്കുന്നു. ഒരു യുദ്ധം. ദാവീദ് ദൈവത്തിൻ്റെ യുദ്ധം ചെയ്യുന്നു. 2ാമത്തെ യുദ്ധം ഗിൽബോവ പർവ്വതത്തിൽ അഭിഷേകം നഷ്ടപ്പെട്ട ശൗല് ഫിലിസ്തീനോട് ആക്രമിക്കുന്നു. 3ാമത്തെ യുദ്ധത്തിലേക്ക് അല്പമൊന്ന് നീങ്ങി നിൽക്കുമ്പോൾ അഭിഷേകം നഷ്ടപ്പെട്ടവൻ യുദ്ധം ചെയ്യുന്നത് തോൽക്കാനാണ്. അഭിഷേകം ഇല്ലാത്തവൻ യുദ്ധം ചെയ്യുന്നത് തോൽക്കാനാണ്. അഭിഷേകം ഉള്ളവൻ യുദ്ധം ചെയ്യുന്നത് ജയിക്കാനാണ്. ഈ അമാലേക്കനെ കൊന്നിട്ട് ദാവീദ് സിക്ലാഗിലേക്ക് മടങ്ങി വന്നു. ജീസണേ,
സ്തോത്രം. ജസ്റ്റ് നോ മോർ വീഡിയോ. ഇത് മാത്രം ഒന്ന് സ്റ്റാൻഡ് സ്റ്റിൽ. താങ്ക് യു. സ്തോത്രം. യെസ്, ആ കാർഡ് മാത്രം തന്നാൽ മതി. ഇയർ ഓഫ് ഗ്രേറ്റർ റിവാർഡ്. താങ്ക് യു. ഹല്ലേലൂയ. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? യെസ്. അപ്പോൾ അമാലേക്കിനെ തോൽപ്പിച്ചിട്ട് ദാവീദ് സിക്ലാഗിൽ വന്ന് അതിൻ്റെ ബെനിഫിറ്റ് എല്ലാവർക്കും കൊടുത്ത് സന്തോഷത്തോടെ സെറ്റിൽ ചെയ്യുമ്പോൾ ഒരാളിതാ ഓടി വരികയാണ്, ഒരു മെസ്സഞ്ചർ ഓടി വരുന്നു. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഈ വർഷത്തിൻ്റെ ആദ്യം ഇത് പറയാൻ കർത്താവ് എന്നെ ഏൽപ്പിച്ചതാണ്. സ്തോത്രം. ദാവീദ് സെറ്റിൽ ചെയ്ത് 2 ദിവസമായപ്പോൾ ഒരാൾ ഓടി വരുന്നു. അവൻ്റെ എംപ്റ്റി ഹാൻഡഡ് അല്ല വരുന്നത്, ഒഴിഞ്ഞ കൈയോടെയല്ല വരുന്നത്, നിന്നിൽ നിന്ന് എന്തോ എടുക്കാനല്ല വരുന്നത്. ഈ വർഷം നിന്റെ അടുക്കൽ പലരും അടുക്കുന്നത് എടുക്കാനല്ല, നിനക്ക് തരാനായിരിക്കുന്നു. തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് നന്മകൾ വരുന്നു. കമോൺ, നന്മകൾ വരുന്നു. നീ ആരാ? ദാവീദ് ചോദിച്ചു, നീ എവിടെന്നാ വരുന്നേ? ഞാനും ഒരു അമാലേക്കനാണ്. ആഹാ, ഇപ്പൊ ഒരു അമാലേക്കന്റെ ക്ഷീണം തീർന്നേ ഉള്ളൂ. അത് കൊണ്ടുപോയ അമാലേക്കനാ, ഇത് കൊണ്ടുവരുന്ന അമാലേക്കനാ. ഒരിക്കലും തരത്തില്ലെന്ന് പറഞ്ഞ കൊത്തിപ്പറിക്കുന്ന കള്ള കാക്കേ, ഭക്തൻ തോട്ടിന്റെ കരയിൽ ഇരിക്കുമ്പോൾ നീ തന്നെ ആകണം. ഞാനൊരു അമാലേക്കൻ. ഞാൻ വരുന്ന ഗിൽബോബ പർവ്വതത്തിൽ കുന്തത്തിന്മേൽ ചാരി ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവ് നിൽക്കുന്ന ഞാൻ കണ്ടു. ശൗല് കുന്തത്തിന്മേൽ വീണ് കിടക്കുകയാണ്. ഒറിജിനൽ ടെക്സ്റ്റ് AMP. ശൗല് കുന്തത്തിന്മേൽ സൂയിസൈഡ് ചെയ്യാൻ ഇങ്ങനെ വീണ് കിടക്കുകയാണ്. ദാവീദ് ഞെട്ടി. ശൗല് കുന്തത്തിൽ വീണ് കിടക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഈ കുന്തമല്ലേ എനിക്ക് നേരെ. എനിക്ക് നേരെ അവൻ എറിഞ്ഞ കുന്തത്തിൽ അവൻ തന്നെ തൊലഞ്ഞു കിടക്കുന്നുണ്ട്. നിനക്ക് നേരെ ഏതവൻ കുന്തം എടുത്തിട്ടുണ്ടോ ഈ വർഷം? എക്സെട്രാ എക്സെട്രാ എക്സെട്രാ. നിസ്സഹായനായി ശൗലമാലേക്കരോട് പറഞ്ഞു, എന്നെ കൊന്നുകള. മനുഷ്യന്റെ കയ്യിൽ ഈ വർഷം നിങ്ങൾ വീഴത്തില്ല കേട്ടോ. ഹോസ്പിറ്റലിൽ ഈ വർഷം കേറത്തില്ല കേട്ടോ. ഓപ്പറേഷൻസ് യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. നീ എന്നെ വെട്ടിക്കള. അമാലേക്കൻ പറഞ്ഞു, അവൻ ആ കുന്തത്തിൽ നിന്ന് രക്ഷപ്പെടത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ അവന് വെട്ടി, അവന്റെ തല പോയി വെട്ടി. അവന്റെ പതക്കവും അവന്റെ കിരീടവും ഞാൻ എടുത്തു യജമാനനെ. ദാവീദേ, അവന്റെ പതക്കവും അവന്റെ ക്രൗൺ അവന്റെ കിരീടവും ഞാൻ എടുത്തു. എന്നിട്ട് ഞാൻ അത് ഇവിടെ കൊണ്ടുവന്നു. അതിവിടെ ആ ചേർത്താ കുട്ടി. ആരാ? കസേരയ്ക്ക് ഇവിടെ ഭയങ്കര പിടിവലിയാണോ? കമാൻ, ചേർതാ. അതുകൊണ്ട് ആ കിരീടം ഞാൻ ഇവിടെ കൊണ്ടുവന്നു. ആ കിരീടം ഞാൻ ഇവിടെ കൊണ്ടുവന്നു. ഈ വർഷത്തിൽ അഭിഷിക്തനെ തേടി ചില കാര്യങ്ങൾ കടന്നു വരും. യെസ് യെസ്, കമാൻ കമാൻ. അഭിഷിക്തനെ തേടി കാര്യങ്ങൾ കടന്നു വരും. നിന്നെ തേടി ചിലത് കടന്നു വരും. നീ അതിനെ തേടണ്ട, അത് നിന്നെ തേടും. ശബ്ദം ഉയർത്തി വാ തുറക്കണം. അറിയാവുന്നവരെ വിളിച്ചു പറ, നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. പറഞ്ഞ, നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. നന്മയും കരുണയും
എന്റെ ആയുഷ്കാലമൊക്കെ അമാലേക്കൻ കിരീടവുമായി സിക്ലാഗിലെത്തി. ഞാൻ നിർത്തി, കത്തർമേശയിലേക്ക് പോവാ. ഞാൻ നിർത്തി 2025 വരെ നഷ്ടം കണ്ടവരെ, ഒറ്റയ്ക്ക് കിടന്ന് പിടഞ്ഞവരെ, ആത്മഹത്യ എന്ന് ചിന്തിച്ചവരെ, എല്ലാം തീർന്നെന്ന് പറഞ്ഞവരെ, പുകകൾ പൊങ്ങുന്നത് കണ്ടവരെ, ചാരത്തിൽ വീണ്ട് ഉടഞ്ഞവരെ, കൂടെ നിൽക്കുന്നവർ കല്ല് പിക്ക് ചെയ്ത് നിന്നെ എറിഞ്ഞ് ഇപ്പൊ തീർക്കോടാ എന്ന് പറഞ്ഞവരെ കേട്ടവരെ, ഏത് സിക്ലാഗിലാണോ നീ ഒറ്റപ്പെട്ടത്, ഏത് സിക്ലാഗിലാണോ മറ്റവർ നിന്നെ കല്ലെറിഞ്ഞത്, ഏത് സിക്ലാഗിലാണോ മറ്റുള്ളവർ നിന്നെ തേച്ചത്, അപമാനിച്ചത്, ആ സിക്ലാഗിൽ നിന്നെ തേടി കിരീടം കടന്നു വരുന്ന because it's a year of greater reward, because ഇത് മഹാപ്രതിഫലത്തിൻ്റെ വർഷമത്രേ. നിങ്ങൾ കരഞ്ഞതിന്, നിങ്ങൾ താഴ്ത്തപ്പെട്ടതിന്, മീഡിയ നിങ്ങളെ കളിയാക്കിയതിന്, സ്തോത്രം ആരൊക്കെയോ നിങ്ങൾക്ക് നേരെ അപവാദം പറഞ്ഞതിന്, കുടുംബങ്ങളുടെ നടുവിൽ നിങ്ങൾ തലകുനിഞ്ഞതിന് ഗ്രേറ്റർ റിവാർഡ്. ഈ പ്രവചനം പറഞ്ഞില്ലെങ്കിൽ ഈ ദൂത് കംപ്ലീറ്റ് ആകത്തില്ല. ഈ കാലഘട്ടത്തിന്റെ നെഹമ്യാവുമാർ ഇന്ന് രാത്രി ഇവിടെ നിന്നുകൊണ്ടിരിക്കുന്നു. ഗ്രേറ്റർ റിവാർഡ്. ഈ കാലഘട്ടത്തിന്റെ എസ്തേർമാർ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിന്റെ ദാനിയേലുമാർ ദൈവത്തെ സ്തുതിക്കട്ടെ. ഈ കാലഘട്ടത്തിന്റെ എസ്രാമാർ ലീഡർഷിപ്പ് അനോയിന്റിങ് ഏറ്റെടുക്കുന്ന, കാരണം പൊളിഞ്ഞു പോയ യെരൂശലേമിനെ തിരികെ പണിവാൻ, ഒരു റെമനന്റിനെ ദൈവം ഉപയോഗിച്ചതുപോലെ ഇന്ത്യൻ ചർച്ചിന്, കേരള സഭയ്ക്ക് നഷ്ടപ്പെട്ടത് തിരികെ കൊണ്ടുവരുവാൻ ഈ ഗ്രൂപ്പിനെ ദൈവം ഉപയോഗിപ്പാൻ പോകുന്നു. കത്തോലിക്കരെ, ഓർത്തഡോക്സ്, പ്രസ്ബിറ്റേറിയനെ, ആംഗ്ലിക്കനെ, മർത്തോമെ, CSI, സാൽവേഷൻ ആർമിയെ, ബാപ്റ്റിസ്റ്റ്, ബ്രദറിനെ, പെന്തക്കോസ്റ്റലെ, ന്യൂ ജനറേഷനെ, ഇനി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, കിരീടം നിന്റെ സിക്ലാഗിൽ നിന്നെ തേടിയെത്തുന്നു. സംഘടനകളെ അതിരുകൾ മറന്ന് കിങ്ഡം ദൈവരാജ്യമായി ഇന്ത്യൻ ചർച്ച പുതിയൊരു മുഖഛായയിൽ നിൽക്കുമ്പോൾ, ലോകത്തിൽ വേറെ ഒരു രാജ്യത്തിലും നടന്നിട്ടില്ലാത്ത വലിയ കൊയ്ത്ത്, വലിയ ഇവാഞ്ചലിസം, വലിയ കൊയ്ത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിൽ ദൈവം ചെയ്യുവാൻ പോകുന്നു. It's a year of greater reward.